2019 കോവിഡിൻ്റെ ദുരന്തം ആരംഭിച്ചപ്പോൾ നമ്മുടെ കൂടെ യാത്ര ചെയ്ത പലരും പ്രതീക്ഷിക്കാത്ത സമയം ഈ മണ്ണ് വിട്ട് മടങ്ങിപ്പോയി. പലപ്പോഴും വെട്ടിക്കളയുവാൻ ദൈവത്തിൻ്റെ കരം പ്രതികൂലമായി ഉയർന്നെങ്കിലും നമ്മുടെ നാഥൻ്റെ മധ്യസ്ഥത കൊണ്ട് കിളച്ചു വളമിട്ട് ആരോഗ്യത്തോടെ ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവകൃപയാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ എല്ലാ ദൈവമക്കളും ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ഞങ്ങളുടെ മേൽ പകർന്ന ദൈവകൃപയ്ക്കായി നന്ദി. അനർത്ഥദൂതൻ, മരണദൂതൻ പലപ്പോഴും ജീവിതത്തിന് നേരെ കരമുയർത്തിയപ്പോൾ ആയുസ്സിൻ്റെ ദിനങ്ങൾ മുറിഞ്ഞു പോകത്തക്ക വിധത്തിലുള്ള അപകടങ്ങൾ ജീവിതത്തിൽ കണ്ണിന് നേരെ വന്നപ്പോൾ ചങ്കിൽ ഉളി പോലെ കയറേണ്ട പോരാട്ടങ്ങൾക്ക് നടുവിൽ അവകളെയൊക്കെ വകഞ്ഞു മാറ്റി ആരോഗ്യത്തോടെ ഒരു വർഷത്തിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങൾ കൂടെ കാണാൻ ദൈവം ഭാഗ്യം നൽകിയത് എൻ്റെ മേൽ എൻ്റെ ദൈവം പകർന്ന കൃപ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശക്തമായി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കണം. എല്ലാ നാവുകളിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ ഉയരട്ടെ. അഭിഷേകത്തിൻ്റെ തൈല നദി ഒഴുകുന്ന, ഇരുട്ടിൻ്റെ ശക്തികൾ പരാജയപ്പെടുന്ന, ദൈവപ്രവൃത്തി നേരിട്ടറിയുന്ന, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളുടെ കീഴിൽ നാം ആയിരിക്കുന്ന, മറക്കാൻ കഴിയാത്ത ആത്മപ്രവാഹത്തിൻ്റെ രാത്രിയായി രാത്രി തീരുവാൻ എല്ലാ ദൈവമക്കളും ഒന്നിച്ച് കർത്താവിനോട് ഈ രാത്രി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് രാത്രി അവിടുത്തെ കരം എന്നോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ആ വലത് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസറായി മാറാഞ്ഞത്, ആ അപകടം ജീവനെ എടുക്കാൻ അനുവദിക്കാഞ്ഞത്, ആ ഹൃദയാഘാതത്തിൻ്റെ തുടക്കം ജീവിതത്തിൽ ഹൃദയ നിശ്ചലതയിലേക്ക് നയിക്കാൻ കൈവിട്ടു കൊടുക്കാഞ്ഞത്, ആ ചെറിയ ശരീരത്തിൻ്റെ ബലഹീനത കിഡ്നി ഡയാലിസിസായി മാറാഞ്ഞത്, ആയുസിൻ്റെ ദിവസങ്ങളിൽ എൻ്റെ ദൈവം എനിക്ക് കിളച്ചു വളമിട്ടതാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി ശക്തമായി ചില മിനിറ്റുകൾ ദൈവത്തിന് മഹത്വമർപ്പിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. നമ്മളാരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല, നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ ഒരു പുഷ്പക്കൊടി മാത്രമാണ്. 2026 ഡിസംബർ ഇതുപോലെയൊന്നും നമുക്ക് കിട്ടുമോ നമുക്കറിയില്ല. അതിനു മുൻപ് നമ്മുടെ കർത്താവ് വന്നാൽ ഇതിനകത്തിരിക്കുന്ന ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയുടെ തീരത്ത് കാണപ്പെടേണ്ടതിന് നെഞ്ചോടടുത്ത ആത്മഭാരത്തോടെ നമുക്ക് അല്പ മിനിറ്റുകൾ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആ വേദപുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വമർപ്പിച്ചാൽ എല്ലാ ദൈവമക്കളും ആ പുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ ജീവൻ്റെ വചനം നമുക്ക് കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കാൻ, ശിരസുന്നമിപ്പിച്ച് ഇതിന് നന്ദി കരേറ്റാൻ എൻ്റെ ദൈവം ഭാഗ്യം നൽകിയത് പദവിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഫ്രാൻസിൽ തീവണ്ടി ഗതാഗതം പ്രസക്തമായി വരുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ആ കാലഘട്ടത്തിൽ സ്വാധീനം മനുഷ്യ സമൂഹത്തിൽ നന്നായി ചെലുത്തിയ ഒരു നിരീശ്വരവാദി, ദൈവാസ്തിക നിഷേധി, അയാൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, അതിൻ്റെ മൂലയ്ക്കൊരു സീറ്റിൽ ഇരുന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ ശാന്തമായി ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. അടുക്കൽ ചെന്ന് കുറച്ചു നേരമായി വായിക്കാൻ തുടങ്ങിയത് കൊണ്ട് ചോദിച്ചു, സാറേ എന്താ വായിക്കുന്നേ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ബൈബിളാണ് വായിക്കുന്നത്. ബൈബിളിലെ ഏത് ഭാഗമാണ് വായിക്കുന്നത്? മറുപടി പറഞ്ഞു, യേശു 5 അപ്പം കൊണ്ട് 5000 പോഷണം നൽകിയ ഭാഗമാണ് വായിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങത് വിശ്വസിക്കുന്നുണ്ടോ? 5 അപ്പം കൊണ്ട് 5000 വിശപ്പകറ്റാൻ തക്കവണ്ണം ഒരത്ഭുതം ശാസ്ത്രീയ ലോകത്തിന് തെളിയിക്കാൻ കഴിയത്തക്ക വിധത്തിൽ നടക്കുമോ? മതത്തിന് തല പണയം വെച്ചവർക്കല്ലാതെ ഇത്തരം അബദ്ധങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ അദ്ദേഹം വീണ്ടും കുനിഞ്ഞിരുന്ന് വായന തുടർന്നു. ചില മിനിറ്റുകൾ മുൻപോട്ട് നീങ്ങി. അതിനിടയിൽ ചില ചോദ്യങ്ങൾ സൗഹൃദമായി ചോദിച്ചു. അതിനൊക്കെ ഉത്തരം പറഞ്ഞു. രണ്ടുപേരും സംസാരിച്ച് സുഹൃത്ത് ബന്ധത്തിലായി. ഇതിനിടയിൽ ആ വൃദ്ധൻ വായനയിൽ തന്നെ മുഴുകുന്നുണ്ട്. ഇദ്ദേഹം, ഈ ചെറുപ്പക്കാരൻ, ഈ നിരീശ്വരവാദി, ഈ ദൈവാസ്തിക നിഷേധി, ഇദ്ദേഹം ഇറങ്ങാൻ സമയമായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഈ വൃദ്ധൻ്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, പരിചയപ്പെടാൻ അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഇടയ്ക്ക് അവസരമുള്ളപ്പോൾ നമുക്ക് ആശയവിനിമയം നടത്തണം എന്ന് പറഞ്ഞ് ഈ വിസിറ്റിംഗ് കാർഡ് അങ്ങോട്ട് കൊടുത്തു. ആ വൃദ്ധനായ മനുഷ്യൻ തൻ്റെ വിസിറ്റിംഗ് കാർഡ് ആ സീറ്റിൽ നിന്ന് ഭവ്യമായി തൻ്റെ പുസ്തകത്തിൽ നിന്നും എടുത്ത് ഈ ചെറുപ്പക്കാരന് നേരെ നീട്ടി.
ആ ചെറുപ്പക്കാരൻ ആ വിസിറ്റിംഗ് കാർഡിൻ്റെ തലക്കെട്ടിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഞെട്ടിപ്പോയി. മറ്റാരുമല്ല, ഇത്രയും മണിക്കൂറുകൾ ഈ വേദപുസ്തകം വായിച്ച് ആശ്വാസം കണ്ടെത്തിയത് ചരിത്രം കണ്ടതിൽ വെച്ചും ഏറ്റവും ശക്തനായ ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്ററായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, പല കുബുദ്ധികൾക്കും ഇതിന് വില കൊടുക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് ഇന്ന് രാത്രി നമുക്ക് ശക്തമായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാനായിട്ട് കഴിയണം. തികച്ചും ഏകാഗ്രതയോടെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ധന്യനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ചിന്തയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യം വായിച്ചാട്ടെ. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കരമുയർത്തി ഈ ദേശത്തിന് വേണ്ടി ശക്തമായി ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എനിക്ക് ആത്മധൈര്യമുണ്ട്. ഇവിടെ ഒരുപറ്റം ദൈവഭൃത്യന്മാർ, അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ എന്നോടൊപ്പമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ കൂടി വന്നിരുന്ന സ്തോത്രത്തോടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദേശത്ത് നാളെ നടത്താൻ ഇരുട്ടിൻ്റെ ശക്തികൾ ഒരുക്കി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള അധികാരം പ്രാർത്ഥനയുടെ പുറകിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എല്ലാ ദൈവമക്കളും ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. എല്ലാ സഹോദരങ്ങളും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇന്ന് രാത്രി ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ കൂടെ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടേണ്ടതിന് ആത്മഭാരത്തോടെ കൊതിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. യേശുവിൻ്റെ കർത്തൃദാസന്മാർ ആത്മാവിൽ പോരാടി തുടങ്ങിക്കാട്ടെ. ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഇന്ന് രാത്രി മുഴങ്ങുന്ന ഈ ജീവന്റെ വചനം ഇരുട്ടിൻ്റെ ശക്തികൾ മുഖം വെച്ച് ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ആത്മാക്കളെ പറുദീസയിലേക്ക് കൊണ്ടുപോകത്തക്ക വിധം ദൈവപ്രവൃത്തി വ്യാപരിക്കേണ്ടതിന് ആത്മനിയോഗത്തോടുകൂടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവൻ്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രൻ്റെ കരത്താൽ ഈ യോഗത്തിൻ്റെ കടശി രാത്രിയിൽ കർത്താവിൻ്റെ തേജസ്സിൻ്റെ കരസ്പർശനം അടയാളത്തോടെ നടക്കത്തക്ക വിധം ചില ഹൃദയങ്ങൾ നിത്യതയ്ക്കായി തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആൾക്കൂട്ടത്തെ കണ്ട് മനസ്സലിഞ്ഞ് കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയ തേജസ്സിൻ്റെ ദ്രവത്വമില്ലാത്ത കരം ഇന്ന് രാത്രി ഇതിന് നടുവിൽ ഇറങ്ങി വന്ന് ഈ ജീവന്റെ വചനമായ അപ്പത്തെ കൈകളിലെടുത്ത് ആത്മാവിൻ്റെ പന്തിയിൽ ഞങ്ങളെ ഇരുത്തി ഈ രാത്രി ഞങ്ങൾക്ക് വിളമ്പിത്തരണമേ കർത്താവേ. കർത്താവ് ഇത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവത്തിന് സ്തോത്രം. ധന്യനായ പൗലോസ്ലീഹ വളരെ ഗൗരവത്തോടെ ഓർപ്പിക്കുന്ന ഒരു കനത്ത വിപിൽ പ്രബോധനമാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത്. സുവിശേഷം അനുസരിക്കാത്തവർ യേശു ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. സുവിശേഷം എന്താണ്? സുവിശേഷം, സുവിശേഷത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? സുവിശേഷത്തിൻ്റെ പേരുകൾ എന്തെല്ലാമാണ്? സുവിശേഷത്തിൻ്റെ സവിശേഷത എന്താണ്? സുവിശേഷം ഉൾക്കൊണ്ടാൽ ഉള്ള പരിണിത ഫലം എന്താണ്? സുവിശേഷം അവഗണിച്ചാൽ ഉള്ള പ്രത്യാഘാതം എന്താണ്? ഇന്ന് രാത്രി ഈ ജീവന്റെ വചനം ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നിത്യതയോട് നമ്മെ അടുപ്പിക്കുന്ന
ഈ വചനം ഒരിക്കൽ കൂടെ ഈ സഭയുടെ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കപ്പെടുന്നത് ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തിക്കൊണ്ട് പറയണം, ഇത് സാധാരണ ശക്തിയല്ല, ഇത് അസാധാരണ ശക്തിയാണ് ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത്. അനുഭവിച്ചറിയുന്ന ഒരുപറ്റം ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണ് സുവിശേഷം? സുവിശേഷം എന്തല്ല? വളരെ ശാന്തമായി ഇന്ന് രാത്രി ഈ തിരുവെഴുത്തുകൾ നിങ്ങൾ കേൾക്കുക. ഞാൻ ഈ രാത്രി നിങ്ങളുടെ മുൻപിൽ തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ ആരും കുടുകുടച്ചിരിക്കണം എന്നല്ല എൻ്റെ ആഗ്രഹം. ആത്മലോകത്തിൽ സദസ്സിനെ നന്നായി ചിരിപ്പിക്കാനുള്ള ചിരിമരുന്ന് ഉപയോഗിക്കാൻ കഴിവുള്ള ചിരിവിദഗ്ധന്മാരുണ്ട്. എന്നാൽ സുവിശേഷ പ്രസംഗം ഒരിക്കൽ പോലും ചിരി പ്രതീക്ഷിക്കുന്നില്ല, കരച്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ചിരിച്ചെഴുന്നേൽക്കുകയല്ല വേണ്ടത്. ഇന്ന് രാത്രി നിങ്ങൾ നിത്യതയെ നോക്കി കരഞ്ഞെഴുന്നേൽക്കുന്ന രാത്രിയായി രാത്രി മാറണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2023 25 സന്ധിയിലേക്ക് അവസാനത്തേക്ക് നമ്മൾ വരികയാണ്. എത്രയോ പേർ ഈ മണ്ണ് വിട്ട് കടന്നുപോയി. ഇടത്തും വലത്തുമുള്ള ആളുകൾ മരിച്ചു മാറുമ്പോഴും ഞാൻ മാത്രം ചിരഞ്ജീവിയായി ഇവിടെ കാണും എന്ന ഒരു മിഥ്യാബോധം മനുഷ്യരെ ഭരിക്കുന്നത് കൊണ്ട് സുവിശേഷത്തിൻ്റെ സാധ്യതയെ ഗൗരവത്തോടെ ചിന്തിക്കുന്നില്ല. എന്നാൽ ഓർക്കുക, ഏത് സമയത്തും ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ മരണം നമ്മുടെ കൺമുൻപിലുണ്ട്. ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനുമാനിയ യമസ്യ കരുണാ നാസ്തി ധർമ്മസ്യ ത്വരിതാഗതി എന്ന് ശ്രദ്ധേയമായ സംസ്കൃത ശ്ലോകം പറയുന്നത് പോലെ മനസ്സ് ചാഞ്ചല്യം നിറഞ്ഞതാണ്, പണം പറന്നു പോകുന്നതാണ്. യമൻ കാലൻ, അവന് കരുണയെന്നൊന്നില്ല. ഏത് സമയത്തും മരണം അടുത്തു വരും. അതുകൊണ്ട് 1 മണിക്കൂർ നേരത്തെ ധർമ്മം ചെയ്ത് മോക്ഷം പ്രാപിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി അത് തന്നെയാണ് നമ്മുടെ ഈ സന്ദേശം. എത്രയും വേഗം നിത്യതയ്ക്കായി ഒരുങ്ങിക്കൊള്ളുക. അതാണ് ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്നേക്ക് ചില നാളുകൾക്ക് പുറകിൽ ഞാൻ റാന്നിക്കടുത്ത് അത്തിക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശവസംസ്കാരത്തിൽ അല്പ മിനിറ്റുകൾ വചനം പ്രസംഗിച്ചു. പെന്തക്കോസ്തേതരായ ആളുകളാണ്. പക്ഷേ സംസാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. എനിക്ക് ഏറ്റവും അടുത്ത ഒരു കുടുംബാംഗമാണ് മെസ്സേജ് അയച്ചത്. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ മെസ്സേജിൽ ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ലൈവിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മരണം കൊണ്ട് മനുഷ്യജീവിതം അവസാനിക്കുന്നില്ല. എന്നാൽ നമുക്കത് ചിന്തിക്കാൻ മനസ്സ് നമ്മളെ അനുവദിക്കുന്നുമില്ല. മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് ഞാൻ ചിന്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ എന്നെ മറ്റൊരാൾ വിളിച്ചു പറഞ്ഞു, ആ ബ്രദർ ലോകത്തോട് യാത്ര പറഞ്ഞു. രാവിലെ സമയം ഭാര്യയുമായി ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പൂരി എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചിരിയോടുകൂടെ പൂരി വറുത്ത് അത് പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു നെഞ്ചിനകത്ത് അസ്വസ്ഥത. അവിടുത്തെ സീറ്റിലേക്ക് ഇരുന്നു, മോഹാത്സ്യപ്പെട്ട് നിലത്തേക്ക് വീണു. വേഗം ഒരു വലിയ പറ്റം കാർഡിയാക് ഡോക്ടേഴ്സിന് നടുവിലെത്തിച്ചു. വിശദമായി താൻ തന്നെ കാര്യങ്ങൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ അറ്റാക്ക്. പെട്ടെന്ന് മോർച്ചറിയിലേക്ക്, തുടർന്ന് സെമിറ്ററിയിലേക്ക്. ആരുടെ കേൾവിയാണ് ഇതിനകത്തൊടുവിലത്തെ കേൾവി? നമുക്കാർക്കും അറിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിടുന്നതിന് മുൻപ് നിത്യ നരകത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നിങ്ങളുടെ കണ്ണ് സ്വർഗം തുറക്കുന്നെങ്കിൽ ഞങ്ങൾ ധന്യരായി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. ദൈവത്തിന് സ്തോത്രം. റാന്നിയിൽ വളരെ പ്രശസ്തമായ നിലയിൽ ആത്മീയ നിലവാരമുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിലൊരു പിതാവ്, അനുഗ്രഹിക്കപ്പെട്ടൊരു പിതാവ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനാൽ ഭാരപ്പെട്ടു. അദ്ദേഹം ശരീരത്തിൽ ബലഹീനനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ളൊരു മകൻ പിതാവിനെ കാണുവാൻ വേണ്ടി എത്തിയതാണ്. പിതാവിൻ്റെ ബ്ലഡ് പരിശോധിക്കുവാൻ പോയ സമയത്ത് സഹോദരങ്ങൾ പറഞ്ഞു, എടാ നിന്റെ കൂടെ ബ്ലഡ് ഒന്ന് പരിശോധിക്കാം. ആ അപ്പൻ പറഞ്ഞു, നിനക്ക് കൊളസ്ട്രോൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കടാ. വെറുതെ മകനെ കൂടെ കൊണ്ടുപോയി ഈ വിഷയത്തിനിടയിൽ വെറുതെ ഒന്ന് പരിശോധിക്കാമെന്ന് കരുതിയതാണ്. ഓർക്കുക, മകൻ എന്തിനാണ് വന്നതെന്നറിയാമോ? അതുവരെ ഹോസ്പിറ്റൽ കണ്ടിട്ടില്ലാത്ത, ഒരു പ്രധാന ട്രീറ്റ്മെൻറ്റിനും പോയിട്ടില്ലാത്ത ആ പ്രിയപ്പെട്ടവൻ വന്നത് മരിക്കുന്നതിന് മുൻപ് അപ്പനെ ഒന്ന് കണ്ട് അടുത്തിരുന്ന് സ്നേഹപൂർവ്വം കുറച്ച് മണിക്കൂറുകൾ പിന്നെ സംസാരിച്ച് പിന്നെ ശവസംസ്കാരത്തിന് വരത്തക്ക വിധത്തിൽ ഒരു ഇടവേളയ്ക്ക് വേണ്ടി
അപ്പനുമായി അടുത്തൊന്ന് പെരുമാറാൻ വന്നതാ, സംസാരിക്കാൻ വന്നതാ. എന്തായാലും ആ ബ്ലഡ് ടെസ്റ്റിൽ ഒരു റിസൾട്ട് വന്നു. Hbയുടെ അളവ് കുത്തനെ താണു നിൽക്കുന്നു. എന്തിന്? അടുത്തത് എത്രയും വേഗം എതുവഴിയാണ് ബ്ലഡ് നഷ്ടപ്പെടുന്നത് എന്നറിയത്തക്ക വിധം വയറിൻ്റെ ഒരു സ്കാനിങ് എടുക്കണം എന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചതനുസരിച്ച് ഉദരത്തിൻ്റെ സ്കാനിങ് എടുത്തപ്പോൾ ക്യാൻസർ അത് 4-ാം തരം കഴിഞ്ഞ് ആ ഭീകരമായ ക്യാൻസർ ശരീരത്തെ മുഴുവൻ തകർത്ത് വയറിൻ്റെ ഭാഗത്ത് മുഴകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ ആ ചെറുപ്പക്കാരൻ അപ്പൻ മരിക്കുന്നതിന് മുൻപ് ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പനെ കണ്ട് അല്പസമയം ഒരുമിച്ചിരുന്നൊന്ന് ചിലവഴിച്ചതിന് ശേഷം ഇനിയും ശവസംസ്കാരത്തിന് വരാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു വന്ന മകനാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, അവൻ്റെ ദേഹത്ത്, ആ പ്രിയ പൈതലിൻ്റെ ദേഹത്ത് അപ്പൻ്റെ മരണത്തിന് മുൻപ് പോകത്തക്ക വിധത്തുള്ള ബലഹീനത ഒളിഞ്ഞു കിടന്നു. ഈ ദൂത് ഇന്ന് രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് അടുത്തത് ആർക്കും അറിയില്ല. എന്നാൽ ഈ രാത്രിയിലെ വ്യക്തികളോട് ദൈവാത്മാവ് ഇടപെടുന്നു. അർഹിക്കുന്ന ഗൗരവത്തോടെ സുവിശേഷം കേൾക്കാൻ നമ്മുടെ കണ്ണ് തുറക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്കുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കുന്നില്ല എന്നതാണ്. അത് തലച്ചോറിൻ്റെ ഒരു കെമിസ്ട്രിയാണ്. നമുക്കറിയാം, നെഗറ്റീവായ കാര്യങ്ങൾ തലച്ചോർ ബോധപൂർവം ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതം, നിത്യത ഇവയെക്കുറിച്ച് ചിന്തിക്കാൻ ബോധപൂർവം ആഗ്രഹിക്കാറില്ല. ഭാരത മതചിന്തകളിൽ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്, ദൈവത്തിന് സ്തോത്രം, ഒരു വനവാസ രംഗത്ത് സഹോദരങ്ങളെ മറ്റൊരാൾ വെള്ളത്തിന് പറഞ്ഞു വിട്ട രംഗം. വെള്ളത്തിന് വേണ്ടി ആ കൊടിയ വരൾച്ചയുടെ സമയത്ത് സ്തോത്രം പറഞ്ഞു വിടുകയാണ് യുധിഷ്ഠിരൻ. പറഞ്ഞുവിട്ട് വെള്ളം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വെള്ളം കണ്ടെത്തിയ ഉടനെ ദാഹം കൊണ്ട് ഈ ചെന്ന് നിന്ന സഹോദരൻ കയ്യിൽ വെള്ളമെടുത്ത് വായോടങ്ങ് അടുപ്പിച്ച് കുടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു അശരീരി ശബ്ദം മുഴങ്ങി അശരീരി ശബ്ദം ഇതാണ്: ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, മരണം ഉറപ്പാകും. വളരെ ഗൗരവമേറിയ ചിന്ത നിറഞ്ഞ ഒരു സംഭവമാണത്. ഉടനെ തന്നെ അദ്ദേഹം ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ വെള്ളം കുടിച്ചുപോയി മരിച്ചു വീണു. 1, 2, 3, 4 മരണം തുടരുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയം പറഞ്ഞുവിട്ട സഹോദരൻ യുധിഷ്ഠിരൻ അവിടെ എത്തി. അദ്ദേഹം വെള്ളം കുടിക്കാൻ വായോട് അടുപ്പിച്ചപ്പോൾ ഈ ശബ്ദം മുഴങ്ങുകയാണ്: ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്. ഈ അശരീരി ശബ്ദത്തിന് മുൻപിൽ കഠിനദാഹം കടിച്ചു പിടിച്ചുകൊണ്ട് ഇദ്ദേഹം ഉത്തരം കൊടുക്കുകയാണ്. ചോദ്യം 1, ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം മുഴങ്ങുകയാണ് ഭാരതീയ ചിന്തയിൽ. എന്തെന്നറിയാമോ ചോദ്യം? സ്തോത്രം, ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരം ശ്രദ്ധേയമാണ്. അദ്ദേഹം കൊടുത്ത ഉത്തരം ഇതാണ്: സ്തോത്രം, ഇടത്തും വലത്തുമുള്ളവർ മരിച്ചു മാറുമ്പോഴും ഞാൻ മാത്രം ചിരഞ്ജീവിയായി മരിക്കാത്തവനായി ഇവിടെ തുടരും എന്ന മനുഷ്യന്റെ മിഥ്യാബോധമാണ് ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം. സ്തോത്രം, ഇന്ന് രാത്രി ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം, കർത്താവേ, ഈ രാത്രി ഞാൻ പോയി കിടന്നുറങ്ങുന്ന കിടപ്പറ എൻ്റെ മരണയറയായി മാറിയാൽ എൻ്റെ വിശ്രമം എൻ്റെ രക്ഷകൻ്റെ മാർവിലായിരിക്കണം എന്ന് ആത്മാർത്ഥമായി കൊതിക്കുന്ന ദൈവമക്കൾ ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദം ഉയരട്ടെ. എല്ലാം ഇരിക്കുന്ന ഇരിപ്പിൽ ഹൃദയംഗമമായി ഇതൊന്ന് ചിന്തിച്ചേ. കർത്താവേ, ഇന്ന് രാത്രി ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകം പട്ടും ധൂമ്രവർണ്ണവും ധരിച്ചു സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ കഴിഞ്ഞതിന് ശേഷം എന്നെ കാത്തിരിക്കുന്നതിനേക്കാൾ നിത്യതയിൽ എൻ്റെ നാഥൻ്റെ മാർവിലെ ആശ്രയം എന്നെ കാത്തിരിക്കുന്നെങ്കിൽ എന്നെ പോലെ ധന്യൻ മറ്റാരുമില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം: ഞങ്ങൾ ഈ ഉയർത്തുന്ന സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആത്മാക്കളുടെ നിത്യതയ്ക്കായിട്ടാണ്. ഈ രാത്രിയിലെ വ്യക്തികളെങ്കിലും വിടുവിക്കപ്പെട്ടാൽ ഞങ്ങൾ ധന്യരായി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. പൗലോസ് എഴുതുകയാണ്, സുവിശേഷം അനുസരിക്കാത്തവർ. എന്താണ് സുവിശേഷം? പ്രിയപ്പെട്ടവരെ, ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ എന്തധികം വരും? ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നവരല്ലേ നമ്മുടെ സഹോദരിമാർ. എന്തധികം വരും? ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ ഒന്നും അധികം വരില്ല. അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെയും ക്രൂശിനെയും മാറ്റിയാൽ എന്തധികം വരും? ഒന്നും അധികം വരില്ല. ഇതിൻ്റെ അന്തസത്ത,
ഇതിൻ്റെ ആധാരരേഖ, ഇതിൻ്റെ അടിസ്ഥാന ഘടകം സുവിശേഷമാണ്. അത് പ്രസംഗിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് പദവിയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഇതിൻ്റെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. നാസയുടെ കണ്ടുപിടുത്തം പ്രസംഗിക്കാനല്ല ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കോമഡി പ്രസംഗിച്ച് നിങ്ങളെ ചിരിപ്പിക്കാനല്ല ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വിളിച്ചു പറയാനാണ് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നതെങ്കിൽ അത് പറയാൻ തക്കവണ്ണം പ്ലാറ്റ്ഫോം ഒരുക്കിയ സഭയെയും അത് കേൾക്കാൻ കടന്നു വന്ന ദൈവമക്കളും ധന്യരാണ്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഈ രാത്രി എനിക്ക് ജീവന്റെ വചനം കേൾക്കാൻ ഭാഗ്യമൊരുക്കിയത് എൻ്റെ ദൈവം പകർന്ന ദൈവകൃപയാണ്. കർത്താവിന് സ്തോത്രം. എന്താണ് സുവിശേഷം? പാപക്കനി പിടിച്ചു കടിച്ച് പാളിച്ച പറ്റി പതനം ഭവിച്ച ആദിമാതാപിതാക്കൾ പാപത്തിൽ വീണു കഴിഞ്ഞപ്പോൾ ദൈവം കണ്ടെത്തിയ കുറുക്കുവഴിയല്ല സുവിശേഷം. പാപത്താൽ തകർന്നു പോയ ആദിമ കുടുംബം മരത്തിന് മറഞ്ഞപ്പോൾ തങ്ങളുടെ തലച്ചോറിൽ ഉദിച്ചുയർന്ന ഒരു പരിഹാര മാർഗവുമല്ല സുവിശേഷം. പിന്നെയോ പുരാതനകാല നിത്യതയിൽ തൻ്റെ പുത്രൻ ഉൾപ്പെടെയുള്ള പവിത്ര തൃത്വം സർവാധികാരിയായി വിരാജിച്ചരുളുമ്പോൾ സാധുക്കളായ ഒരുപറ്റം ദൈവമക്കളെ പുത്തനാം യെരൂശലേമിൻ്റെ തങ്കത്തരുവീഥിയിൽ നിത്യതയിലെത്തിക്കാൻ ദൈവം ചെയ്ത കാര്യപരിപാടിയുടെ ഭാഗമായി എൻ്റെ മേൽ പകർന്ന വീണ്ടെടുപ്പിൻ്റെ അടിസ്ഥാനമാണ് ഞാൻ ഈ രാത്രിയിൽ പ്രസംഗിക്കുന്ന സുവിശേഷമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. ഇത് സാധാരണ ശക്തിയല്ല, ഇതിൻ്റെ പുറകിൽ അസാധാരണ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഈ ദൂത് ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുമ്പോൾ, ഈ പ്രസംഗം ഇവിടെ വയ്ക്കുന്ന സമയം ആർക്കു വേണ്ടിയാണ് ഇന്ന് ശക്തമായി ദൈവം ഇടപെടുന്നത് എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഓർക്കുക, ഒരു വേള സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് ഉയർത്തണം. എന്താണ് സുവിശേഷം? സുവിശേഷത്തിൻ്റെ യഥാർത്ഥപ്പെട്ട 4 ഉത്തരങ്ങൾ, 4 പ്രധാനപ്പെട്ട പ്രയോഗങ്ങൾ, അതിലേക്ക് ഞാൻ നിങ്ങളുടെ സത്യം ഒന്ന് ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ 4 പ്രധാനപ്പെട്ട പേരുകൾ വേഗം നമുക്ക് തിരുവെഴുത്തിലേക്ക് ഒന്ന് വരാം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആ ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് മത്തായി 24:14 വാക്യം, മത്തായി 24:14 വാക്യം, സുവിശേഷത്തിൻ്റെ 4 പ്രധാനപ്പെട്ട പേരുകൾ വായിച്ചാട്ടെ. മത്തായി 24:14. രാജ്യത്തിന്റെ ഈ സുവിശേഷം, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി, സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഈ സുവിശേഷം ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. എല്ലാ ദൈവമക്കളും കൂടെ കരങ്ങളും ഉയർത്തി പറഞ്ഞ് രാജ്യത്തിന്റെ സുവിശേഷം. ഇന്ന് ശക്തിയോടെ പറഞ്ഞേ, ഈ സുവിശേഷം രാജ്യത്തിന്റെ സുവിശേഷമാണ്. പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ 24 ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, സ്തോത്രം, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 14:6 ഇങ്ങനെ വായിക്കുന്നത്, സകല ജാതികളോടും അറിയിക്കേണ്ടതിന് ദൈവത്തിന് സ്തോത്രം ഒരു നിത്യ സുവിശേഷം അവൻ്റെ കൈകളിലുണ്ടായിരുന്നു. സുവിശേഷത്തിൻ്റെ മറ്റൊരു പ്രയോഗമാണ് നിത്യ സുവിശേഷം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപഥസഞ്ചാരം നടത്തുന്ന പ്രഭാഷകരെ കുറിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു സുവിശേഷം നിങ്ങൾ സഹിക്കുന്നത് ആശ്ചര്യം. അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്? ഇത് ദൈവത്തിന് സ്തോത്രം രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. ഇത് നിത്യ സുവിശേഷമാണ്. ഇതിന് നടുവിൽ മറ്റൊരു പകരക്കാരൻ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അത് മറ്റൊരു സുവിശേഷമാണ്. കൃപയാൽ കറതീർന്ന സുവിശേഷം കേൾക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നത് എൻ്റെ പദവിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി പറയണം, ഈ സുവിശേഷത്തിൻ്റെ യഥാർത്ഥ അന്തസത്ത ഗ്രഹിക്കാൻ എൻ്റെ ദൈവം എൻ്റെ കണ്ണ് തുറന്നത് ഭാഗ്യമാണ്. ഗോസ്പൽ, ഗോസ്പെൽ, പോകുക, പറയുക എന്ന അർത്ഥം അതിനകത്തുണ്ട്. ഗോഡ്സ്പെൽ, ദൈവം സംസാരിച്ചത് എന്ന ഭാഗവും അതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം സംസാരിക്കുന്നതാണ് ഈ സുവിശേഷം. പോയി പറയേണ്ടതാണ് ഈ സുവിശേഷം. സകലരും കേൾക്കേണ്ടതാണ് ഈ സുവിശേഷം. ഈ സുവിശേഷത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു പ്രയോഗമാണ് ഇത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത,
നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത, നമ്മുടെ മാംസ കണ്ണുകൾക്ക് അളന്ന് കുറിക്കാൻ കഴിയാത്ത മറ്റൊരു ലോകം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ജീവൻ പ്രാപിച്ച ദൈവമക്കൾ വിശ്വസിക്കണം. ഞങ്ങൾ കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അങ്ങനെയാണെങ്കിൽ കാണാത്ത ഒരു ലോകം ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. അതിൽ നാം അംഗമായിരിക്കുന്ന രാജ്യമുണ്ട്. ആ രാജ്യം ദൈവരാജ്യമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി, ശബ്ദമുയർത്തി സ്തോത്രം ചെയ്തേ. ആ രാജ്യം ദൈവരാജ്യമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. നമുക്ക് കാണാൻ കഴിയാത്തൊരു ദൈവരാജ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നാം ഇന്ന് രാത്രി എന്തുകൊണ്ടാണ് ഈ ശബ്ദം ഉയർത്തി സ്തോത്രം പറയുന്നറിയാമോ? അത് വീണ്ടും ജനിച്ച ദൈവമക്കളുടെ പദവിയാണ് ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. 5 കോഴിക്കുഞ്ഞുങ്ങളെയും 5 താറാവും കുഞ്ഞുങ്ങളെയും കൂടെ വിരിച്ചെടുത്ത് ഒരു ആറ്റുമട്ടയ്ക്കോട്ട് കൊണ്ടുവിട്ടാൽ കോഴിക്കുഞ്ഞുങ്ങൾ കരയിലോട്ട് ഓടിക്കയറും, താറാവും കുഞ്ഞുങ്ങൾ ആറ്റിലേക്ക് നീന്താനിറങ്ങും. ഇത് ജന്മഗുണമാണ്, ജന്മഗുണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനിച്ച് സുവിശേഷത്തിൻ്റെ ശക്തി ആസ്വദിച്ച ദൈവപൈതലിൻ്റെ ജന്മഗുണമാണ് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക എന്നുള്ളത്. നമ്മൾ ഇന്ന് രാത്രി എന്തുകൊണ്ടാണ് സ്തോത്രം പറയുന്നത്? നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് വാപൂട്ടി ഹിമാലയ പർവ്വതത്തിൽ മുനി ഇരിക്കുന്നത് പോലെ ഇരിക്കണമെന്നല്ല, സന്തോഷത്തോടെ നമ്മൾ സ്തോത്രം പറയുന്നവരാകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആത്മാവിൽ കാണണം. എൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ലോകം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? എൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ലോകം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അദൃശ്യ പോരാട്ടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വാസ കണ്ണുകളാൽ ഇന്ന് കണ്ടാട്ടെ. അവൻ അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് കണ്ട് ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ അലറുകയാണ്, അവൻ നടക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ അഗാധത്തിൻ്റെ താക്കോലും വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ദൂതൻ സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ സാത്താനും മഹാസർപ്പവുമായ പഴയ പാമ്പിനെ ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് ബന്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിയോഗി സാധാരണക്കാരനല്ല, അവൻ അലറുന്നവനാണ്, അവൻ വിഴുങ്ങുന്നവനാണ്, അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടേണ്ടവനാണ്. ഒരിക്കൽ കൂടെ ഞാൻ ദൈവജനത്തിന് നടുവിൽ വിളിച്ചു പറയട്ടെ, അവൻ അലറുന്നവനാണ്, അവൻ വിഴുങ്ങുന്നവനാണ്, അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടേണ്ടവനാണ്. ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന ദൈവപൈതലേ, നിന്റെ കയ്യിൽ റിമോട്ട് കൺട്രോൾ ഉണ്ടെങ്കിൽ അത് വെച്ചമർത്തുമ്പോൾ മുൻപിലിരിക്കുന്ന TV-യിൽ ചാനൽ മാറുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ നിന്റെ കണ്ണുകൾക്ക് റിമോട്ട് കൺട്രോളിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് റേസുകൾ കാണാൻ നിന്റെ കണ്ണിന് ശക്തിയില്ലാത്തതുപോലെ ഇവിടെ വ്യാപരിക്കുന്ന പാതാള ശക്തികളുടെ ഇരുട്ടിൻ്റെ ലോകത്തിൻ്റെ ശക്തി ഗ്രഹിക്കാൻ എൻ്റെ കണ്ണുകൾക്ക് ശക്തിയില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, പൈശാചിക ശക്തികൾ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് ആത്മാക്കളെ വലിച്ചിഴയ്ക്കുമ്പോൾ അവറ്റകളുടെ തടവ് വെട്ടി അവിടെ നിന്ന് ഒരുപറ്റം ആളുകളെ പറുദീസയിലേക്ക് വലിച്ചെടുക്കാൻ ഇവിടെ പോരാടുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ രക്തത്താൽ ജയം, ആ ശക്തിയുടെ പ്രൊക്ലെയിം ചെയ്യപ്പെടുന്ന മാഗ്ന കാർട്ടയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഇലക്ട്രിക് ഷോക്ക് വ്യാപരിക്കുന്നത് പോലെ ഇന്ന് രാത്രി സുവിശേഷത്തിന് പുറകിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ മേൽ പിശാചി വെച്ചിരിക്കുന്ന അടിമനുഖത്തിൻ്റെ ചങ്ങലയെ ഇന്ന് രാത്രി സുവിശേഷത്തിൻ്റെ ശക്തി തകർക്കും. അതിന് കാരണം അത്രമാത്രം ശക്തി ഈ സുവിശേഷത്തിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ അത് അനുഭവിക്കുന്നെങ്കിൽ എന്നോടൊപ്പം വിളിച്ചു പറ, ഇതൊരു സാധാരണ ശക്തിയല്ല, ഇതൊരു അസാധാരണ ദൈവശക്തിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. കാണുന്ന ലോകമാണോ വലുത്? കാണാത്ത ലോകമാണോ വലുത്? നമ്മൾ കാണുന്ന ലോകം ചെറുതാണ്, നമ്മൾ കാണാത്ത ലോകം അതിഭയങ്കരമാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. നമ്മൾ ഈ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും 2 കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രകൃതിയിലെ ചിന്തിക്കുന്ന ജന്തുക്കളായ നമ്മൾ, സ്തോത്രം, ഈ കെട്ടിടത്തിൻ്റെ ഈ ചർച്ച് ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടിൽ ഇരിക്കുമ്പോൾ ഇത് ഒരു ജില്ലയുടെ ഭാഗമാണ്. ഒരു ജില്ലയുടെ ഭാഗമായ ഒരു ചെറിയ സ്ഥലത്ത് ഒരു പഞ്ചായത്തിൻ്റെ കോർണറിൽ നാം ഇരിക്കുന്നു. ഒരു നിമിഷം വിഴുന്നോട് ചിന്തിച്ചേ,
ഇതുപോലെ എത്ര ജില്ലകൾ ചേർന്നതാണ് കാച്ചിക്ക പോലെ കിടക്കുന്ന കേരളം? 14ഓളം ജില്ലകളുള്ള കേരളം. ഈ കേരളം പോലെ എത്ര സ്റ്റേറ്റുകൾ ചേർന്നതാണ് ഏതാണ്ട് കോടിക്കണക്കിന് മനുഷ്യർ വസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം? എത്രയോ സ്റ്റേറ്റുകൾ ഉള്ളതാണ് ഇന്ത്യ മഹാരാജ്യം. ഈ ഇന്ത്യ പോലെ എത്ര രാജ്യങ്ങൾ ചേർന്നതാണ് പച്ചപ്പട്ട് വിരിച്ച ഈ ഭൂമി? 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസളവുമുള്ള ചുക്കിച്ചുളിഞ്ഞ നാരിങ്ങത്തോട് പോലെയുള്ള ഈ പച്ചപ്പട്ട് വിരിച്ച ഈ ഭൂമിയിലെ 200ഓളം രാജ്യങ്ങൾ UN അംഗീകരിച്ചതുണ്ടല്ലോ. ഈ രാജ്യങ്ങളിൽ ഒരു കൊച്ചു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ നമ്മുടെ ജില്ല ഒരു ചെറിയ ജില്ലയാണ്. അതിൽ ഇവിടുത്തെ ഭൂവിഭാഗം ചെറിയൊരു ഭൂവിഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിരവധി ജില്ലകൾ, ഇതിൻ്റെ പുറകിൽ നിരവധി സ്റ്റേറ്റുകൾ, ഇതിൻ്റെ പുറകിൽ നിരവധി രാജ്യങ്ങൾ. ഇനിയും സൂര്യൻ ഉൾക്കൊള്ളുന്ന സൗരയൂഥ കുടുംബത്തിലെ ഗ്രഹങ്ങൾക്കിടയിൽ വെച്ച് ഏറ്റവും ചെറിയ ഒരു പച്ചഗ്രഹമല്ലേ ഈ ഭൂമി? ഇതുപോലെയുള്ള എത്രയോ ഗ്രഹങ്ങൾ ഈ 9,30,00,000 മൈൽ അപ്പുറത്തു നിന്ന് കത്തിച്ചൊലിക്കുന്ന 6000 ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ഈ ആണവ നിലയമായ സൂര്യനെ ചുറ്റിത്തിരിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് എത്രയോ ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളുമുണ്ട്. അതിൽ ഒരു ഗ്രഹമല്ലേ ഈ ഭൂമി? അതിന് ഈ ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥ കുടുംബം, ഈ കുടുംബം എന്ന് പറഞ്ഞത് 40,000 കോടി നക്ഷത്രങ്ങൾ ഈ ഗാലക്സിയിലെ 40,000 നക്ഷത്രമല്ല, 40,000 കോടി നക്ഷത്രങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അടുത്തൊരു നക്ഷത്രം നിൽപ്പുണ്ട്. അതിനെക്കുറിച്ച് ശാസ്ത്രം പറയുന്നത് സൂര്യൻ മുതൽ നെപ്റ്റ്യൂൺ വരെയുള്ള സകല ഗ്രഹങ്ങളെയും താരാപഥങ്ങളോടെ എടുത്ത് വയറ്റിലോട്ട് വെച്ച് കൊടുത്താൽ ഉദരത്തിലൂടെ ഭ്രമണപഥം തീർക്കത്തക്ക ബാഹ്യ വലിപ്പമുള്ള ഒരു നക്ഷത്രമാണ് ഇവിടെ അടുത്തു നിൽക്കുന്ന ഒരു നക്ഷത്രം. അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോഹഗോളം തിരിയുന്ന മാർഗം ഇതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യ, നീ കഥയെന്തറിഞ്ഞു? നിന്റെ കടഞ്ഞാങ്കുടുക്ക പോലുള്ള തല കൊണ്ട് ഈ അദൃശ്യ ലോകത്തെ കാണാൻ ഈ തലയ്ക്ക് കഴിയില്ല. ദൃശ്യ ലോകം ചെറുതാണ്, ഇതിനേക്കാൾ വലുതാണ് അദൃശ്യ ലോകം. ഇതിനെ മുഴുവൻ പാളിച്ച പറ്റി പതനം ഭവിച്ച മനുഷ്യകുലത്തിന് മഹാദൈവത്തിൻ്റെ അടുക്കലേക്ക് കവാടമടഞ്ഞപ്പോൾ തൻ്റെ ഓമനപുത്രനെ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചുകൊണ്ട് എന്നോട് കൃപ തോന്നിയ ദൈവത്തിൻ്റെ കൃപയാണ് ഈ സുവിശേഷം എന്നിൽ എത്തിയതെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി പോരാ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പറഞ്ഞ് എൻ്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദി. ലജ്ജ വേണ്ട കേട്ടോ. പലരുടെയും മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് കരമുയർത്തി പറയാൻ ലജ്ജിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ലജ്ജ വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി കരമുയർത്തി പറ, ഓ സാധുവായി എൻ്റെ മേൽ പകർന്ന ദൈവകൃപയാണ് ഇന്ന് രാത്രി ഞാനിവിടെ നിന്ന് ആരാധിക്കുന്നത്. ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിലൊരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിലൊരു കരം ചലിച്ചെങ്കിൽ, രൂത്തിൻ്റെ കുടുംബ തകർച്ചയുടെ പുറകിലൊരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിൻ്റെ പുറകിലൊരു കരം ചലിച്ചെങ്കിൽ, ഈ സാധുവായി എന്നെ പറുദീസയ്ക്ക് അർഹനാക്കി മാറ്റാൻ എൻ്റെ മേൽ പകർന്നത് എൻ്റെ തറവാടിൻ്റെ മഹത്വമല്ല, എൻ്റെ ജീനിൻ്റെ കഴിവല്ല, എന്നോട് പകർന്ന ദൈവകൃപയുടെ ഭാഗമാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മുറിക്കകത്തിരുന്നു കൊണ്ട് ഒരു റെയിൽവേ ടിക്കറ്റ് കൊല്ലത്ത് നിന്നും ഡൽഹിക്ക് ബുക്ക് ചെയ്താൽ അടുത്ത ദിവസം ആ ദിവസം പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ വന്നു കിടക്കുന്ന ട്രെയിനിൻ്റെ സീറ്റിലോട്ട് കയറിയിരിക്കുമ്പോൾ അത് അവിടെ മുതൽ ഡൽഹി വരെ നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിയിട്ടതുപോലെ ഈ ഭൂമിയിൽ നിങ്ങളുടെ ജനനത്തിനും നിത്യതയ്ക്കുമിടയിൽ സാത്താൻ ഒരുക്കിയ സകല തടസ്സവാദങ്ങളെയും തകർത്ത് നിങ്ങളെ പറുദീസയിൽ എത്തിക്കേണ്ടതിന് നിങ്ങളുടെ മേൽ വീണ തെരഞ്ഞെടുപ്പ് ഓർത്താൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, ഇതെൻ്റെ കഴിവല്ല, എന്നോടുള്ള ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് ഈ രാത്രി വിളിച്ചു പറ, ഇത് സാധാരണ സുവിശേഷമല്ല, ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രക്തത്താൽ ജയം. എത്ര പേർക്ക് ഇത് കണ്ടെത്താൻ ഭാഗ്യം കിട്ടാതെ പോയി പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ ഒരു മോള്, ഒരു ദൈവദാസന്റെ മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പപ്പായോട് പറഞ്ഞു, പപ്പ എനിക്കൊരു ട്രാക്റ്റ് വേണം. എന്തിനാ മോളെ നിനക്ക് ട്രാക്റ്റ്? എനിക്ക് ഒരാൾക്ക് കൊടുക്കാനാ. ഈ കുഞ്ഞ് ട്രാക്റ്റുമായി നേരെ സ്കൂളിൽ പോയി. ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. വന്ന് ബസ് സ്റ്റോപ്പിൽ തിരിച്ച് വീട്ടിലോട്ട് ഉള്ള വഴിയിൽ നടക്കുമ്പോഴാണ് ഓർത്തേ, ആർക്കും ട്രാക്റ്റ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ.
പെട്ടെന്ന് ബാഗിനകത്തുനിന്ന് ട്രാക്ട് എടുത്തു. നോക്കിയപ്പോൾ തൊട്ട് താഴെ ഒലിപ്പ് തോടിൻ്റെ അവിടെ ഒരു അച്ചായൻ പശുവിനെ കുളിപ്പിച്ചുകൊണ്ട് കയറെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓടിക്കൊണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് വായിക്കണം കേട്ടോ. ഇദ്ദേഹം അങ്ങോട്ട് വാങ്ങിച്ച് തലക്കെട്ടിലൂടെ കണ്ണോടിച്ചപ്പോൾ യേശുവെന്നും നിത്യതയെന്നും സുവിശേഷമെന്നും കണ്ടിട്ട് കലിപൂണ്ട് ചുരുട്ടിക്കൂട്ടി വെള്ളത്തോട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ അപ്പനെ പോലെ നീയും മതപരിവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയല്ലേ. പരിഹസിച്ചു വിട്ടു. ആ കുഞ്ഞ് ഒരു ചെറിയ ചിരിയോട് ഓടിപ്പോരുകയും ചെയ്തു. പക്ഷേ അന്ന് വൈകിട്ട് ഇദ്ദേഹം തിരിച്ച് വീട്ടിൽ ചെന്നില്ല. സ്തോത്രം. അന്വേഷിച്ചിറങ്ങിയ നാട്ടുകാർ താഴോട്ട് ഒലിപ്പുതോട് ഒഴുകിയിറങ്ങുന്ന ഇടത്തെ ആറ്റുകടവിൽ ഇദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കണ്ടുപിടിച്ചു. ഇദ്ദേഹത്തിൻ്റെ മരണരംഗം ഒന്നും പറയാൻ ഞാൻ വരികയല്ല. പക്ഷേ മരണകാരണം മറ്റൊന്നുമല്ല. ഫിക്സ് രോഗിയായി ഇദ്ദേഹം അതെ പശുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിക്സ് രോഗം വന്ന് വെള്ളത്തിൽ വീണ് മരിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ആ കുഞ്ഞിനെ ഈ ട്രാക്ട് കൊണ്ട് പോകാൻ പ്രേരിപ്പിച്ച ശക്തി ഏതാ? അതാർക്കും കൊടുക്കാതെ അത് ആ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ തോന്നിപ്പിച്ച ശക്തി ഏതാ? അത് കയ്യിലെടുത്തപ്പോൾ ഈ പശുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ചായൻ്റെ അടുക്കൽ കൊണ്ട് നീട്ടാൻ ആ നിഷ്കളങ്ക കുഞ്ഞിൻ്റെ ഉള്ളിൽ പ്രേരണ കൊടുത്ത ശക്തി ഏതാ? മരണത്തിൻ്റെ പിടി മുറുകുന്നതിന് മുൻപ് നിത്യതയ്ക്കായി വിടുവിച്ചെടുക്കാൻ അവൻ്റെ പുറകിൽ വ്യാപരിച്ച ദൈവശക്തിയാണ് അതിൻ്റെ പുറകിൽ ചലിച്ചതെങ്കിൽ അതേ ദൈവശക്തിയാണ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ചില പ്രിയപ്പെട്ടവരുടെ മേൽ മരണദൂതൻ്റെ തണുത്ത കരങ്ങളുടെ പിടി വീഴുന്നതിന് മുൻപ് ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ ശക്തമായി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചില മുഖങ്ങളെ മരണദൂതൻ തലോടുന്നതിന് മുൻപ്, ചില മുഖങ്ങൾ മൂടുന്നതിന് മുൻപ് നിന്റെ കണ്ണുകൾ നിത്യതയ്ക്കായി തുറക്കപ്പെടേണ്ടതിന് നിന്നെ തേടി വന്ന ദൈവകൃപയാണ് ഈ രാത്രി ഇവിടെ മുഴങ്ങുന്നതെങ്കിൽ ഇത് സാധാരണ ശക്തിയല്ല, ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ സ്വന്തം അനുഭവം ഓർത്ത് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രം ചെയ്ത് ആരാധിക്കട്ടെ. ദൈവത്തിന് മഹത്വം. വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ, എൻ്റെ മേൽ പകർന്ന ദൈവകൃപ, എൻ്റെ മേൽ പകർന്ന ദൈവകൃപ, എൻ്റെ മേൽ അനർത്ഥങ്ങൾ ചിലത് ജീവന് നേരെ വന്നില്ലേ, അത് ശത്രുവിൻ്റെ കൈകളിൽ നീ പെട്ടുപോകാതെ ആരോഗ്യത്തോടെ ഇന്ന് രാത്രി ഇവിടെ ഇരുത്തിയിരിക്കുന്നത് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ അനുഭവിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, എൻ്റെ കഴിവ് കൊണ്ടല്ലിത്, എൻ്റെ കഴിവ് കൊണ്ടല്ലിത്, കൃപയാൽ കൃപയാൽ എൻ്റെ മേൽ അനർഹമായ സ്ഥാനത്ത് പകർന്ന ആനുകൂല്യം കൊണ്ടാണ് ഞാൻ ദൈവകൃപയിൽ എത്തിച്ചേർന്നത്. ഈ സുവിശേഷത്തിൻ്റെ പേര് ദൈവകൃപയുടെ സുവിശേഷമാണ്. ഇനി മാത്രമല്ല, ഈ സുവിശേഷത്തിന് വെളിപ്പാട് പുസ്തകം കൊടുക്കുന്ന പ്രയോഗമുണ്ട്. ഇത് നിത്യ സുവിശേഷമാണ്. ഇന്ന് കരമുയർത്തി പറഞ്ഞേ, ഇത് നിത്യ സുവിശേഷമാണ്. ശബ്ദമൊന്ന് ഉയർത്തി പറഞ്ഞേ, എന്ത് സുവിശേഷമാണ്? നിത്യ സുവിശേഷം. എന്തുകൊണ്ടാണ് ഈ സുവിശേഷത്തെ നിത്യ സുവിശേഷം എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ ഏദനിലെ പാപം ഉണ്ടായതിന് ശേഷമാണോ കാൽവറിയിലെ യാഗം ദൈവം പ്ലാൻ ചെയ്തത്? കാൽവറിയിലെ യാഗം ഏദനിലെ പാപം സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നുവോ എന്ന് വേദശാസ്ത്രപരമായൊരു ചോദ്യമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമുണ്ട്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും എതിർ ക്രിസ്തുവിനെ നമസ്കരിക്കും. കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. വരാൻ തുടങ്ങുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ അവൻ്റെ മുൻപിൽ മുട്ടിടിച്ച് വീഴുന്ന സമൂഹത്തെക്കുറിച്ച് വെളിപ്പാടുകാരൻ പറയുകയാണ്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ. കുഞ്ഞാട് യേശു ക്രിസ്തുവാണ്. അവൻ അറുക്കപ്പെട്ടു, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടു. എന്ന് മുതൽ ക്രൂശിക്കപ്പെട്ടു? ലോകസ്ഥാപനം മുതൽ. ലോകസ്ഥാപനത്തിന് മുൻപേ. എന്താണ് ലോകസ്ഥാപനം? ഈ മഹാപ്രപഞ്ചം നിതാന്ത ശൂന്യതയിൽ നിലകൊള്ളുമ്പോൾ, ആഴിയില്ല, ഊഴിയില്ല, തരിയില്ല, താരങ്ങളില്ല, നക്ഷത്രങ്ങളില്ല, നെബുലകളില്ല, ഗാലക്സികളില്ല, പ്രപഞ്ചം നിതാന്ത ശൂന്യതയിൽ നിലകൊള്ളുമ്പോൾ മഹാദൈവം തൻ്റെ പവിത്ര തൃത്വത്തിനകത്ത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെന്നും ഇതിനകത്ത് കൊട്ടാരക്കരയ്ക്ക് സമീപം ഒരുപറ്റം ദൈവമക്കളെ പറുദീസയ്ക്കായി ഒരുക്കണമെന്നും അവർ സ്വർഗത്തിൻ്റെ പൊൻതെരിക്കളിൽ ദൈവപുത്രൻ്റെ തത്തുല്യ പ്രഭയണിഞ്ഞ് യുഗകാലം കഴിയണമെന്നും പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിക്കെൻ്റെ ദൈവം വൃത്തം വരച്ചതെങ്കിൽ ഈ
പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപ് എൻ്റെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ അനാദി നിർണയത്തിൽ പ്ലാൻ ചെയ്തതാണ് ഇന്ന് രാത്രി മുഴങ്ങുന്ന ജീവന്റെ വചനമെങ്കിൽ അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, ഇത് സാധാരണ സുവിശേഷമല്ല, ഇത് നിത്യത്വത്തിൻ്റെ സുവിശേഷമാണ്. എന്തുകൊണ്ടാണ് സുവിശേഷത്തിന് നേരെ ഇത്രയും വെല്ലുവിളി? കലാപരിപാടികൾ രാത്രി മുഴുവൻ നടത്തിയാൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഇതര മതസ്ഥർ അവരുടെ കാര്യപരിപാടികൾക്ക് രാത്രി മുഴുവൻ കോളാമ്പി വെച്ച് കെട്ടി നിയമവിരുദ്ധമായി പാടിയാൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഒരു സുവിശേഷകൻ ഒരു ചെറിയ മൈക്രോഫോണുമായി കൊച്ചു മൈക്കുമായി ചെന്ന് ഒരു ചന്തക്കവലയിൽ യോഗം നടത്തിയാൽ കയ്യേറ്റം ചെയ്യും. കാരണം എന്തെന്നറിയാമോ? ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിക്ക്, ബന്ധിക്കപ്പെടാൻ കാത്തു നിൽക്കുന്ന പൈശാചിക ശക്തികൾക്ക് ഭയമാണിത്. അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഇതിൻ്റെ ആഴം തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി പൈശാചിക ശക്തികളുടെ മർമ്മത്തേൽക്കുന്ന ഇടിയാണ് സുവിശേഷത്തിൻ്റെ പ്രസംഗം എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ശബ്ദമുയർത്തി പറ, ഇത് സാധാരണ ശക്തിയല്ല, ഇത് നിത്യത്വത്തിൻ്റെ സുവിശേഷമാണ്. അക്കാലാതീതതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ ലോകത്തിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറതീർന്ന പവിത്ര ജീവിതം നയിച്ച് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച് 33.5 തിരുവയസ്സെങ്കിൽ പാപശാപ കാലുഷ്യങ്ങൾ നമ്മുടേത് ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യത്തിൽ കാരിരും പാണികളിൽ തൂങ്ങി മരിച്ച് കുലയ്ക്ക് കൊടുത്ത മരണത്തിനും കനത്ത കാവൽ ശക്തിക്കും വിധേയനായി കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലറയിൽ ശവസംസ്കരിക്കപ്പെട്ടിട്ടും കല്ലറയെ ഭേദിച്ച് കാവൽപ്പടയാളികളുടെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ച് ഒരിക്കലും മരിക്കാൻ കഴിയാത്ത മഹത്വ ശരീരത്തിൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ പൊന്നു കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ ഇവിടെ നിന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ തൃക്കരങ്ങളം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി മധ്യസ്ഥത അണച്ച് ഇനി എത്രയും താമസമിന ആകാശമേഘങ്ങളിൽ തൻ്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മടങ്ങി വരുന്ന എൻ്റെ രക്ഷകന്റെ ജനന മരണ അടക്ക പുനരുത്ഥാനത്തിൻ്റെ കാര്യപരിപാടി മനുഷ്യന്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞതല്ല, അത് പുരാതനകാല നിത്യതയിൽ ദൈവം പ്ലാൻ ചെയ്തതാണ്. അത് പാതാള ശക്തികൾക്ക് പ്രഹരമാണ്, അത് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾക്ക് വിജയമാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ഇത് സാധാരണ സുവിശേഷമല്ല, ഇത് നിത്യത്വത്തിന്റെ സുവിശേഷമാണ്. കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? ഇത്ര വലിയ സുവിശേഷം, സ്തോത്രം. ഈ സുവിശേഷം ഒരു സാധാരണ വസ്തുതയല്ല, ഇത് അസാധാരണ ദൈവശക്തിയാണ്. ഇത് അനുഭവിച്ചറിയാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്. ഇതനുസരിക്കാത്തവർക്ക് എന്താണ് വെച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട ആ വേദഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാമോ? എല്ലാവരും കൂടെ ചേർന്ന് കരമൊന്ന് ഉയർത്തി പറയാമോ? നിത്യനാശം എന്ന ശിക്ഷാവിധി. ദൈവമേ, നിൻ മുൻപിൽ ഞാൻ വരും നേരത്ത് നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കണേ. ദൈവമേ, നിൻ മുൻപിൽ ഞാൻ വരും നേരത്ത് നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കണേ. ഏവനും താൻ ചെയ്ത, അറിയാമോ, കർമ്മങ്ങൾക്കൊത്ത പോൽ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു. ഏവനും താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്ത പോൽ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു.
എന്താണ് ആ പാട്ടിൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച് കുത്തിക്കുറിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഏവനും താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്തപോൽ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിയിടുന്നു. മരണത്തോടുകൂടി മനുഷ്യൻ ചെന്നെത്തുന്ന സ്ഥലം എവിടെയാണ് എന്ന് കൃത്യമായി ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. നിത്യതയുടെ കവാടം തുറക്കപ്പെട്ടാൽ എനിക്ക് എൻ്റെ രക്ഷകൻ്റെ മാർവിലെ വിശ്രമം ഉറപ്പാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശക്തിയോടെ, സാധാരണ ശബ്ദത്തിലല്ല, ആ ശക്തിയോടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്തേ. ആ പോരാ, ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്തേ. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഗൗരവമേറിയ വാക്യം ശ്രദ്ധിക്കണം. സുവിശേഷം അനുസരിക്കാത്തവർ യേശു ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിത്യനാശം എന്ന ശിക്ഷാവിധി സത്യമാണോ? സ്വർഗം സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ കരം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഒന്നുകൂടെ, സ്വർഗം സത്യമാണ്. തിരിച്ച് നരകം സത്യമാണോ? നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. നരകത്തെക്കുറിച്ച് പ്രസംഗിച്ചു പോയെങ്കിൽ ചില ആളുകൾ പറയുന്നു, പേടിപ്പിക്കാതെ ഭാഷ, പേടിപ്പിക്കാതെ. ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞു, ഉപദേശി നരകത്തെക്കുറിച്ച് പ്രസംഗിക്കുക അല്ലേ? ഞാൻ അവിടെ 10 ഏക്കർ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. വീഗാലാൻഡിൽ പോകുന്നത് പോലെ നരകത്തിൽ പോകുന്നതെന്നാണ് ചിലരുടെ ധാരണ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആഴത്തിലൊന്ന് ചിന്തിക്കണം. വേദപുസ്തക പ്രസംഗം ഭയപ്പെടുത്തുന്നതാണോ? അതെ, വേദപുസ്തക പ്രസംഗം ഭയപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്കറിയാമോ, D.L. മൂഡിയുടെ ഒരു യോഗം നടക്കുമ്പോൾ അദ്ദേഹം യോഗത്തിലിരിക്കുന്ന ആളുകളോട് ചോദിച്ചു, ദൈവസ്നേഹത്തിൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട എത്ര പേരുണ്ട്? നിങ്ങൾ കരങ്ങൾ ഉയർത്താം. അവിടെ ആരും കരം ഉയർത്താനില്ലായിരുന്നു. അടുത്തത് വീണ്ടും അദ്ദേഹം ഒരു വാക്ക് ചോദിച്ചു, ദൈവകോപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനസ്സിലാക്കിയതിന് ശേഷം അനുതാപത്തോടെ ക്രൂശിൻ്റെ ചുവട്ടിൽ എത്തിച്ചേർന്നവർ എത്ര പേരുണ്ട്? കരമുയർത്താം. അവിടെ 80% ആളുകളും കരമുയർത്തിയത് ദൈവകോപത്തിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ അവരുടെ കണ്ണ് തുറന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഇത് കാണാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഈ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇത് അസാധാരണ ശക്തിയാണ്. പക്ഷെ നരകം മാറ്റുന്ന സുവിശേഷം സ്വീകരിച്ചില്ലെങ്കിൽ വ്യക്തികളെ കാത്തു നിൽക്കുന്നത് നിത്യനാശമെന്ന ശിക്ഷാവിധിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വേദപുസ്തകത്തിലെ 1ാമത്തെ പ്രസംഗനായിരിക്കുന്ന പത്രോസ് തിരുവെഴുത്തിൽ ആദാം മുതൽ 7ാമനായ ഹാനോക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവരഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ പ്രവർത്തികൾ നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്നെ നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ട പാപികളെയൊക്കെയും ബോധം വരുത്താൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നുവെന്ന് ആദാം മുതൽ 7ാമനായ ഹാനോക്ക് അവരെക്കുറിച്ച് പ്രവചിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കർത്താവ് വരുന്നു, എല്ലാവരെയും കൂടെ തൂത്തുവാരി സ്വർഗത്തിൽ കൊണ്ടുപോയി വലത്തുഭാഗത്തിരുത്തി നിത്യതയിലെ മൂത്ത മക്കളായി കിരീടം തലേ തന്ന് തുള്ളിക്കാനല്ല, കർത്താവ് വരുന്നു കണക്ക് തീർക്കാനാണ് എന്ന് ഈ പുസ്തകം പറയുന്നതെങ്കിൽ കണക്ക് കൊടുക്കുമ്പോൾ എൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർ ധന്യരാണ്. അതാരെയും കണക്ക് തീർക്കും, എല്ലാവരെയും വിധിക്കും. പാസ്റ്ററായാലും സെൻറ്റർ പാസ്റ്ററായാലും പ്രസ്ബിറ്ററായാലും കൗൺസിൽ മെമ്പറായാലും അച്ഛനായാലും റപ്പാച്ചനായാലും മെത്രാച്ചനായാലും കർദിനാളായാലും പോപ്പായാലും ഇട്ടിരിക്കുന്ന കുപ്പായത്തിൻ്റെ വെളിച്ചത്തിലല്ല, ചെയ്യുന്ന പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ ന്യായം വിധിക്കുന്ന ഒരു ജഡ്ജി വരുന്നു എന്ന് കേൾക്കുമ്പോൾ സ്തോത്രം പറയാൻ കഴിയണമെങ്കിൽ എൻ്റെ കൈകൾ അവൻ്റെ മുൻപിൽ ബലത്തോടെ നിൽക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ സ്തോത്രം പറയാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സാധാരണക്കാരനായി വന്നവനല്ല. യേശു ക്രിസ്തുവിന് മുന്നോടിയായി വരേണ്ടതിന് പരിശുദ്ധാത്മാവ് മുൻനിർണയിച്ചിറങ്ങിയതാണ്. അവൻ്റെ ദൗത്യം കഴിഞ്ഞപ്പോൾ അവനെ ഇവിടുന്ന് മാറ്റുകയും ചെയ്തു. ആ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചെന്നറിയാമോ? എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നിലും ബലമേറിയവൻ,
അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ട് സ്നാനമേൽപ്പിക്കും. വീശുമുറം അവൻ്റെ കൈകളിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വയ്ക്കും. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. ഈ വരാൻ പോകുന്നവൻ സാധാരണക്കാരനല്ല. ഈ നിൽക്കുന്ന ആളിനെ പോൽ ഒരുവനെ ചരിത്രം കണ്ടിട്ടില്ല. ഒന്ന് കരമുയർത്തി പറയണം, എൻ്റെ യേശുവിനെ പോൽ ഒരാളിനെ ചരിത്രം കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. മനുഷ്യത്വത്തിൻ്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരുവനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് മാത്രമാണ്. മറ്റു മതനേതാക്കന്മാരെല്ലാം ദൈവത്തെ തേടി അങ്ങോട്ട് ചെന്നതാണ്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ മാർഗം മനുഷ്യവർഗത്തെ തേടി ദൈവം ഇങ്ങോട്ടിറങ്ങിയതാണ്. ആ മാർഗത്തിലെ ഏറ്റവും വലിയ സവിശേഷത, ദൈവമക്കൾ ചെവി തുറന്ന് കേൾക്കണം, ഇവൻ്റെ കൈകളിൽ വീശുമുറമുണ്ട് എന്ന് പറഞ്ഞാൽ ആ കതിരിൽ പതിരും മണിയും നിൽക്കുന്നത് കണ്ടില്ലേ? പതിരും മണിയും ഒരേ ജൂബായാണ് ഇട്ടിരിക്കുന്നത്. അടുത്തടുത്ത കസേരയിലാ ഇരിപ്പ്. സ്തോത്രം. അടുത്തടുത്തിരുന്ന് കൈകൊട്ടി പാടും ഈ പതിരും മണിയും. ഒന്ന് പതിരാണ്, മറ്റൊന്ന് മണിയാണ്. പതിരെന്ന് പറഞ്ഞാൽ വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ അകത്ത് പാല് മുറ്റി മണിയാകേണ്ട സ്ഥാനത്ത് പുറം കൈസല്ലാതെ അകത്തൊന്നുമില്ലാത്ത അഭിനയമാണ് ഈ കാണിക്കുന്നത്. എന്നാൽ ഒത്തിരി നാളൊന്നും ഈ ആൾമാറാട്ടം നടത്താൻ ഈ മുഖം മൂടിക്കാരനെ ഈ വയലിൽ ദൈവം അനുവദിക്കത്തില്ല. അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ വീശുമുറം കൊണ്ട് വീശിയെടുത്തു കഴിഞ്ഞാൽ കത്തിച്ച് തീർക്കേണ്ട പതിരിനെ തീപ്പൊയ്കയിലേക്ക് എറിയുമ്പോൾ സ്വർഗത്തിൻ്റെ കളപ്പുരകളിൽ ചേർക്കേണ്ട ഒരുപറ്റ മണികളുണ്ട്. അവരെ നിത്യതയ്ക്കായി മാറ്റിവെക്കാൻ എൻ്റെ ദൈവം പ്ലാൻ ചെയ്ത് വരാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ആ രക്ഷകൻ വരുന്നു. നരകം യാഥാർത്ഥ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി പഠിപ്പിച്ചത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, അവനെ നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. അങ്ങനെയാണെങ്കിൽ അഗ്നി നരകം നിന്റെ വലം കൈ നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ വെട്ടിയെടുത്തെറിഞ്ഞു കളക. രണ്ട് കൈയുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കയ്യനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചുഴന്നെടുത്തെറിഞ്ഞു കളക. രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നല്ലത്. അവിടെ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. കർത്താവിന് സ്തോത്രം. ഈ രാത്രി ശ്രദ്ധിക്കണേ, ഈ നരകത്തിൻ്റെ പ്ലാനിനകത്ത് തീക്കകത്ത് വ്യക്തികളെ പുതച്ച് വെക്കുന്ന സ്ഥലമുണ്ട് എന്നാണ് യേശു പഠിപ്പിച്ചത്. യേശുവിൻ്റെ വാക്കുകൾ ചരിത്രത്തിൽ യാഥാർത്ഥ്യമായില്ലേ? അമ്പര ചുംബിയായ യെരൂശലേം ദൈവാലയത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കപ്പർന്നൂം പട്ടണത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു. സ്വന്തം ദേഹത്തെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു. ഇതെല്ലാം യാഥാർത്ഥ്യമായില്ലേ? ദേവാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകും. കൃത്യമായി നിറവേറിയില്ലേ? അതെ, ദൈവത്തിന് സ്തോത്രം. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കപ്പർന്നഹൂമേ, നീ പാതാളത്തോളം താണുപോകും. കൃത്യമായി ഭൂകമ്പത്തിൽ സംഭവിച്ചില്ലേ? അങ്ങനാണെങ്കിൽ എൻ്റെ യേശു സങ്കല്പം പറഞ്ഞതല്ല, എൻ്റെ യേശു ഭാവന പറഞ്ഞതല്ല. എൻ്റെ യേശു കോട്ടയം പുഷ്പരാജിൻ്റെ ഡിറ്റക്റ്റീവ് നോവലിലെ കൊട്ടേഷൻ പറയുന്നത് പോലെ നരകത്തെക്കുറിച്ച് പറഞ്ഞതല്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത് സത്യമാണെങ്കിൽ, നിങ്ങളിവിടെ ഇരിക്കുന്നത് സത്യമാണെങ്കിൽ, തീക്കകത്ത് ആത്മാക്കളെ പുതപ്പിച്ചു വെക്കുന്ന ഒരു നരകം യാഥാർത്ഥ്യമാണെന്ന് എൻ്റെ യേശു പഠിപ്പിച്ചെങ്കിൽ അതിന് ആമേൻ പറയുന്ന ദൈവമക്കൾ കരമുയർത്തി പറയണം, നരകം സത്യമാണ്. സ്വർഗം സത്യമാണോ? സ്തോത്രം. സ്വർഗം സത്യമാണ്. സ്വർഗം സത്യമാണെങ്കിൽ സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയതാരാ? തിരുവെഴുത്ത് പറയുന്നു, സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ വിശ്വാസ കണ്ണുകളാൽ നിത്യവീടിനെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് സ്തോത്രം പറയാതിരിക്കാൻ കഴിയുകയില്ല. 1200 നാഴിക നീളവും 1200 നാഴിക വീതിയും 1200 നാഴിക ഉയരവുമുള്ള സമചതുര ഘനവടിവമായ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി പാർക്കാൻ മണവാളൻ ഒരുക്കുന്ന ആ പുത്തനാം യെരൂശലേം എന്ന ആ നിത്യവീടിനെ ഈ രാത്രി ജീവൻ പ്രാപിച്ചൊരു ദൈവ പൈതൽ അവൻ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് ഓർത്താൽ
അറിയാതിരുന്ന് ദൈവത്തിന് മഹത്വമർപ്പിക്കും. ഇന്ന് രാത്രി അത് എത്തിച്ചേരുന്ന ആ ഭാഗ്യ ദിവസത്തെ വിശ്വാസ കണ്ണുകളാൽ കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ സ്തോത്രം പറഞ്ഞിട്ട് പറയണം, നാളെ എൻ്റെ മരണം നടന്നാൽ എത്തിച്ചേരാൻ തുടങ്ങുന്ന മഹത്വ ദിനങ്ങൾ എത്ര വലുതാണെന്ന് ഓർത്താൽ എനിക്ക് ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, പുത്തൻ യെരൂശലേം പുരം തത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം പട്ടണം, അതിൻ്റെ ഭംഗി വർണ്ണ്യമല്ലഹോ. ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുന്ന ദൈവവൈതലേ, നിന്റെ മരണം കഴിഞ്ഞാൽ നിന്നെ കാത്തു നിൽക്കുന്നത് അറസ്റ്റ് ചെയ്യുന്ന പൈശാചിക ദൂതന്മാരല്ല. നിന്നെ കാത്തു നിൽക്കുന്നത് എൻ്റെ രക്ഷകന്റെ നിത്യഭവനമാണ്. അത് ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ വിശ്വാസ കണ്ണാൽ ആ നിത്യ വീടിനെ കണ്ട് സ്തോത്രം ചെയ്യണം. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. അപ്പം നമുക്കൊരു ശരീരം കാണും അല്ലേ? പർദീസയിലോട്ട് കയറുന്ന സമയത്ത് നമുക്കൊരു ശരീരം കാണും. ആ ശരീരത്തിൻ്റെ സവിശേഷത എന്തായിരിക്കും? നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും പറഞ്ഞു ബാക്കി അരിഷ്ടന്മാരത്രയും. സ്തോത്രം. അന്ധകാരം ബന്ധനം, പോരാട്ടം കെട്ട്, അന്ധകാരം ബന്ധനം, പോരാട്ടം കെട്ട്. ഇതിൻ്റെ എല്ലാ ഉദ്ദേശം കല്ലറയ്ക്ക് ഇപ്പുറം കൊണ്ട് നേടുന്ന നേട്ടമാണ്. എന്നാൽ കൃപ ലഭിച്ച ഒരു ദൈവവൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നീ പ്രത്യാശ വെക്കേണ്ടത് കല്ലറയ്ക്ക് ഇപ്പുറമല്ല, നീ പ്രത്യാശ വെക്കേണ്ടത് കല്ലറയ്ക്ക് അപ്പുറമാണ്. അങ്ങനെയാണെങ്കിൽ പ്രാപിക്കാൻ തുടങ്ങുന്ന ആ മഹത്വ ശരീരത്തെ ഒന്ന് ആത്മാവിൽ കണ്ടാൽ, വിശ്വാസ കണ്ണുകൾ കൊണ്ടൊന്ന് കണ്ടാൽ അറിയാതെ ദൈവത്തെ ആരാധിച്ചു പോകും അല്ലേ? സ്തോത്രം. സാധു സുന്ദര സിംഗ് എന്ന ദൈവദാസൻ ഒരിക്കൽ ഹിമാലയ മേഖലയിൽ പ്രാർത്ഥനാ ധ്യാനത്തിലായിരുന്നപ്പോൾ അദ്ദേഹം കുറിച്ച ചില വരികളുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അനുഭവം ഉണ്ടായി. ശരീരത്തിനകത്തുനിന്ന് തൂവൽ പോലെ ഭാരം കുറഞ്ഞ രൂപത്തിൽ ഞാൻ പുറത്തിറങ്ങി. ഞാൻ ആത്മലോകത്തിലേക്ക് പ്രവേശിച്ചു. യോഹന്നാൻ വെളിപ്പാടിൽ എന്നതുപോലെ. അദ്ദേഹം കുറിക്കുകയാണ്, എൻ്റെ കൺമുൻപിലേക്ക് തേജസ്വിയായ ഒരാൾ നടന്നടുത്ത് വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, സാർ എന്നെ അറിയുമോ? പറഞ്ഞറിയത്തില്ലല്ലോ. ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന കുഷ്ഠരോഗാശുപത്രിയിൽ ഒരു പച്ച കവറിങ്ങിനകത്ത് ശരീരം മൂടിക്കെട്ടിയ, മൂക്കും ചെവിയും കുഷ്ഠരോഗത്താൽ മുറിഞ്ഞുപോയ ഒരു കുഷ്ഠരോഗബാധിതൻ്റെ അടുക്കലിരുന്ന് ഇദ്ദേഹം പറയുകയാണ്, ആത്മലോകത്തിൽ തേജസ്വിയായ ആൾ പറയുകയാണ്, യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞത് ഓർക്കുന്നു. ആ വ്യക്തിയാണ് ഞാൻ. ഇന്ന സമയത്ത് ആ ഹോസ്പിറ്റൽ ഞാൻ മരിച്ചു. അതോടെ ഞാൻ ഈ ആത്മലോകത്ത് കയറി. എൻ്റെ മുറിഞ്ഞുപോയ മൂക്കും എൻ്റെ ഇരുന്നുപോയ ചെവിയും തിരിച്ചു വന്നു സാർ. സ്തോത്രം. ഒന്ന് കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനനമെന്ന 3 അക്ഷരത്തിനും മരണമെന്ന 3 അക്ഷരത്തിനും ഇടയിൽ ജീവിതമെന്ന ഈ 3 അക്ഷരത്തിന് എത്ര നാൾ ദൈർഘ്യമുണ്ടെന്നാ നിങ്ങളുടെ ഇരിപ്പ്? ചിലരുടെയൊക്കെ മുഖത്തോട് നോക്കിയാൽ അടുത്ത കാലത്തെങ്ങും ഇവിടെ നിന്നും പോവുകയാണെന്നുള്ള മട്ടിലായിരിപ്പ് അല്ലേ? പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്ത് സംഭവിച്ചു കേട്ടുകേൾവിയില്ലയോ? പഠിച്ച വിദ്യ ഒന്നുമേ ഫലപ്പെടാതെ ദേഹിയെ പിരിഞ്ഞു പഞ്ചഭൂതമായി അഴുകി മാറി ജഡം ക്രമാൽ എന്ന് മേരി ജോൺ തോട്ടം കുത്തിക്കുറിക്കുമ്പോൾ ഇതിന് തുടക്കം രേഖപ്പെടുത്തുന്ന ഒരു ശാരീരിക അവസ്ഥയെ സംബന്ധിച്ച് സ്തോത്രം സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ സമത്വമറ്റ സോളമൻ പറയുന്നുണ്ട്. സമത്വമറ്റ സോളമൻ്റെ വിശദീകരണങ്ങൾക്കകത്ത് അദ്ദേഹം വ്യക്തമാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശരീരശാസ്ത്രം, അനാട്ടമി കൃത്യമായി പറഞ്ഞിരിക്കുക. അതിലങ്ങോട്ടുള്ള യാത്ര തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്ന ഒരു സിഗ്നലുണ്ട്. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, കിളിവാതിലൂടെ നോക്കുന്നവർ അന്ധന്മാരായി മാറും. സ്തോത്രം. പാട്ടുകാരത്തികളൊക്കെയും തളരും. ഇതങ്ങോട്ട് പറയുമ്പോൾ ഒടുവിൽ വെള്ളിച്ചെറ അറ്റുപോകും, സുഷിമ്നാ നാഡിയുടെ പ്രവർത്തനം നിലയ്ക്കും, കിണറ്റിങ്കലെ കുടം ഉടയും. സ്തോത്രം. അങ്ങനാണെങ്കിൽ ഹൃദയം, സുഷിമ്നാ നാഡി, തലച്ചോറിൻ്റെ പ്രവർത്തനം എല്ലാം കൃത്യമായി വിശകലനം ചെയ്തിട്ട് അവസാന ഒരു പ്രയോഗമുണ്ട്. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും എന്ന് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. സ്തോത്രം. നമ്മളൊക്കെ എന്തിനാ യോഗത്തിന് വരുന്നറിയാമോ? പലരുടെ യോഗത്തിന് വന്ന് പണ്ട് ഭാരതീയ ചിന്താ കഥകളിൽ അതേ ഒരു ശ്രദ്ധേയനായ മനുഷ്യൻ പഞ്ചതന്ത്ര കഥകളിൽ അദ്ദേഹം ഒരു ശ്രാദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയം ഒരു കൂടെ മലർപ്പൊടി കിട്ടിയിട്ട് അതൊരു പേരാലിൻ്റെ കൊമ്പിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് അതിനടിയിൽ കിടന്ന് ഇദ്ദേഹം ഇങ്ങനെ ധ്യാനിക്കുക. ഞാൻ ഈ മലർപ്പൊടി കുടം വിൽക്കും, എന്നിട്ടൊരു പെണ്ണാടിനെ വാങ്ങിക്കും,
ആ പെണ്ണാട് ഇരട്ട പെറും. അത് കഴിഞ്ഞാൽ പശുക്കളെ ഞാൻ സ്വന്തമാക്കും. അത് കഴിഞ്ഞാൽ എരുമക്കൂട്ടങ്ങൾ കൂടെ എൻ്റേതാകും. അങ്ങനെ നാട്ടിലെ ഇരുന്ന് വാഴുന്ന സമർത്ഥനായ ഒരു ബ്രാഹ്മണനായിട്ട് ഞാൻ മാറും. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിലെ പ്രമുഖമായ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു കല്യാണാലോചന വരും. ഞങ്ങളുടെ വേളി അങ്ങ് ഭംഗിയായി നടക്കും. ഞങ്ങൾക്കൊരു കുഞ്ഞ് പറക്കും. അവസാനം കൊച്ചു വീടിൻ്റെ മുറ്റത്ത് ഓടിച്ചാടി നടക്കുമ്പോൾ എൻ്റെ കൊച്ചിനെ ഭാര്യ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ട് കാല് തെറ്റി വീഴും. ആ സമയത്ത് ഞാനൊരു വടിയെടുത്തുകൊണ്ട് ചെന്ന് എൻ്റെ ഭാര്യയ്ക്കിട്ട് ഒന്ന് കൊടുക്കും എന്ന് പറഞ്ഞ് കൈ നീട്ടി ഒരൊറ്റ അടി. അത് മലർപ്പൊടി കൊടുത്തിട്ടാണ് കിട്ടിയേ. ഇയാളുടെ മൂക്കിലും വായിലും എല്ലാം കൂടെ വീണ് ചെതറി എഴുന്നേറ്റതുപോലെ സുവിശേഷ യോഗത്തിന് വന്നാലും ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് മാത്രമായി തല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് എൻ്റെ നിത്യതയെന്ന് ഒന്ന് ശബ്ദം ഉയർത്തി കരങ്ങൾ ഉയർത്തി പിടിച്ചൊന്ന് പറഞ്ഞിട്ട് എൻ്റെ നിത്യതയെന്നൊന്ന് പറഞ്ഞ് വാ തുറന്നൊന്ന് ചിന്തിക്കാൻ കഴിവുള്ള ദൈവമക്കളെ കരം രണ്ടും ഉയർത്തി പിടിച്ചുകൊണ്ട് ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞ് ഒന്ന് വാ തുറന്ന് പറഞ്ഞ് നിത്യത 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 ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, ചിലരോടൊക്കെ ദൈവത്തിന് ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. 2026 ഡിസംബർ മാസത്തിൻ്റെ 13-ാം തീയതി ഒരു മരണ ദിവസത്തിന് മുൻപ് ഒരു യോഗം കേൾക്കാൻ നാളെ ഒരു അവസരം കാത്തുകിട്ടിയില്ലെങ്കിൽ ഇന്ന് രാത്രി നിത്യതയ്ക്കായി ഒരുങ്ങാൻ സ്വർഗം തന്നിരിക്കുന്ന രാത്രിയാണെന്ന് ഗൗരവമായി ചിന്തിക്കാൻ ദൈവാത്മാവ് ഈ രാത്രി ചില വ്യക്തികളെ തട്ടി ഉണർത്തുകയാണ്. ആത്മഭാരത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് നേരെ ദൈവശബ്ദം ഈ രാത്രി മുഴങ്ങുന്നു. ദൈവപുത്രന്റെ സുവിശേഷം ഏറ്റുവാങ്ങിയില്ലെങ്കിൽ നിത്യനാശമെന്ന നരകം നിന്നെ കാത്തു നിൽക്കുകയാണ്. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ സാധു സുന്ദരസിംഗിൻ്റെ കഥ പറഞ്ഞത് അവസാനിപ്പിച്ചില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. സുന്ദരസിംഗ് ഈ ഹോസ്പിറ്റലിൽ തിരിച്ചു ചെന്നിട്ട് രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. എന്താണെന്നറിയാമോ കാര്യം? ആത്മലോകത്തിൽ വെച്ച് ഈ വ്യക്തിത്വം തന്നോട് ഇന്ന ദിവസമാണ് കുഷ്ഠരോഗ ആശുപത്രിയിൽ വെച്ച് മരിച്ചതെന്ന് പറഞ്ഞ അതേ ഡേറ്റിലാണ് ഇദ്ദേഹത്തിൻ്റെ മരണം രജിസ്റ്ററിൽ കുറിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിത്യത സത്യമാണെന്ന് കാണാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഇത് സങ്കല്പമല്ല, ഇത് ഭാവനയല്ല, ഇത് കുഞ്ചിക്കുറുപ്പും പൊന്നമ്മ സൂപ്രണ്ടും അല്ല. ഇത് ഞാനിവിടെ നിൽക്കുന്നത് സത്യമാണെങ്കിൽ, നിങ്ങളിവിടെ ഇരിക്കുന്നത് സത്യമാണെങ്കിൽ, ഇതുപോലെ സത്യമാണ് നിത്യത എന്ന യാഥാർത്ഥ്യം. നിങ്ങൾക്കറിയാമോ വൈക്കം മുഹമ്മദ് ബഷീറിനെ? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഗ്രന്ഥങ്ങളെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായൊരു പുസ്തകമുണ്ട്. അത് ഭാർഗവീ നിലയം എന്നാണ് അതിൻ്റെ പേര്. ഈ ഭാർഗവീ നിലയം എഴുതാനൊരു പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം ഇതാണ്: താൻ വാടക വീട് വില കുറഞ്ഞ രീതിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഊരി ചുറ്റി നടക്കുമ്പോൾ ഒരു വീട് കിട്ടി. ആ കിട്ടിയ വീട്ടിൽ താമസിച്ച് എഴുത്ത് തുടങ്ങി. മണ്ണെണ്ണ വിളക്കിൻ്റെ സഹായത്താലാണ് എഴുത്ത്. ഏതായാലും അപ്രതീക്ഷിതമായി മണ്ണെണ്ണ വിളക്കിനകത്തെ മണ്ണെണ്ണ അങ്ങ് തീർന്നു. ഇദ്ദേഹം തിരി താത്ത് വെച്ചിട്ട് നേരെ അങ്ങേപ്പുറത്തെ വീട്ടിലോട്ട് പോയി ചില മണ്ണെണ്ണ വാങ്ങിച്ച് ഉടനെ പോയതാ. മണ്ണെണ്ണ വാങ്ങിച്ച് തിരിച്ചു വന്ന് ഈ വീട്ടിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ മേശപ്പുറത്തിരിക്കുന്ന മണ്ണെണ്ണ വിളക്ക്, തിരി താത്ത് വെച്ച മണ്ണെണ്ണ വിളക്ക് മേക്കൂര വരെ ഉയരത്തക്ക ജ്വാലയോടെ കത്തുകയാണ്. അദ്ദേഹത്തിന് വല്ലാത്ത ഭയം തോന്നി. അദ്ദേഹം നേരെ തിരിച്ചു ചെന്ന് ഈ വീട്ടുകാർ ചോദിച്ചു, ഇതിനകത്ത് അസ്വാഭാവികമായിട്ട് വല്ലതും നടന്നിട്ടുണ്ടോ ഈ വീട്ടിൽ? അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, നടന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് വില കുറച്ച് കിട്ടാൻ കാരണം ഭാർഗവി എന്നൊരു സ്ത്രീ ഈ വീടിന് മുൻപിലെ കിണറ്റി ചാടി കുറച്ച് മാസങ്ങൾക്ക് പുറകിൽ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ഈ വീട് ആൾക്കാർ വാടകയ്ക്ക് എടുക്കാതിരിക്കുകയാണ്. വാടകയ്ക്ക് എടുത്ത ആളുകൾ ഭൂതോപദ്രവം അനുഭവിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടിയെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ യാഥാർത്ഥ്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഒരു സുഹൃത്ത് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയം ഇടയിൽ ബസ് കിട്ടാതെ വന്നപ്പോൾ ലോഡ്ജ് റൂം എടുത്തു. ഗാഠമായ ഉറക്കത്തിനിടയിൽ 2:30 ഒരു സ്വപ്നം. തൻ്റെ മുൻപിലുള്ള ഫാനിൽ ഒരു യുവതി കെട്ടിത്തൂങ്ങി നാക്കും പുറത്തോട്ട് തള്ളിച്ച് മരണപ്പിടച്ചലിലാണ്. സ്തോത്രം. ചാടി എണീറ്റ് ഇയാൾ മുഴുവാരം വിയർത്ത് വിറച്ച് അല്പം വെള്ളമൊക്കെ കുടിച്ച് വെളുപ്പാങ്കാലം വരെ ഇരുന്നിട്ട് പാറാവുകാരനോട് ചോദിച്ചു, ആ മുറിക്കകത്ത് അസ്വാഭാവികമായിട്ട് വല്ലതും നടന്നിട്ടുണ്ടോ? അപ്പോൾ പാറാവുകാരൻ പറഞ്ഞുകൊണ്ട് 2 മാസം മുമ്പ് ആ മുറിക്കകത്ത്
ഒരു സ്ത്രീ ഫാനിൽ കെട്ടി ആത്മഹത്യ ചെയ്തതാണ്. അതിനുശേഷം അവിടം അടച്ചിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് തുറന്നു കൊടുത്തത്. ഞാൻ പറയട്ടെ, ഇതെങ്ങനെയാണ് ഇദ്ദേഹത്തിന് സ്വപ്നം കാണാനിടയായത്? ഒന്നുകിൽ പൈശാചികമാകാം, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ ഭാവനയിലെ ഭയമാകാം. എന്നാൽ ഇതുപോലല്ല ഞാൻ പ്രസംഗിക്കുന്ന നസറേയനായ യേശു നരകത്തെക്കുറിച്ച് പറഞ്ഞത്. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ എൻ്റെ രക്ഷകൻ ഉറപ്പായി പറഞ്ഞു, അവിടെ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. സ്തോത്രം. മീൻ ഉറക്കിടുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഒരു മീൻ അങ്ങോട്ട് വയ്ക്കും, ഉപ്പ് പൊതിയും, മീൻ വയ്ക്കും, ഉപ്പ് പൊതിയും. ഇങ്ങനെ ഊറക്കിടുന്ന ഉപ്പ് പോലെ ആത്മാക്കൾ തീക്കകത്ത് പുതച്ചു വയ്ക്കപ്പെടുന്ന സ്ഥലം പറുദീസയിൽ അല്ല, നിത്യ നരകത്തിലാണെന്ന് യേശു പഠിപ്പിച്ചെങ്കിൽ ആ നിത്യ നരകം എന്നിൽ നിന്നും മാറ്റാനാണ് എൻ്റെ രക്ഷകൻ കാൽവറിയിൽ മരിച്ചത് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ രണ്ട് കൈകളും ഉയർത്തി യേശുവേ എന്നൊന്ന് ശബ്ദമുയർത്തി പറയണം. പോരാ, ശബ്ദമുയർത്തി പറയണം. ഇന്ന് രാത്രി ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആഴത്തിൽ ചില വ്യക്തികളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. വി ആർ കൃഷ്ണയ്യരെ നിങ്ങൾക്കറിയാമോ? ഭാരതം കണ്ട കരുത്തുറ്റ ബുദ്ധിരാക്ഷസൻ. അദ്ദേഹം എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യയുടെ മരണം വരെ ഞാനൊരു നിരീശ്വരവാദി, എൻ്റെ ഭാര്യയുടെ മരണാനന്തരം ഞാനൊരു ഈശ്വര വിശ്വാസി. കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ഉറപ്പായി പറയുന്നു, മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യമല്ല, മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിത്യത സത്യമാണെന്ന് പറയാൻ എൻ്റെ ദൈവം എൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ നിത്യ നരകം എനിക്കൊരു അറസ്റ്റ് വാറൻ്റായി കിടക്കരുത്, പറുദീസ എൻ്റെ അവകാശമാകണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എല്ലാം നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. നിരവധി സംഭവങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, റെയ്മൻ മൂഡി എന്ന ഒരു നിരീശ്വരവാദിയുണ്ട്. അദ്ദേഹം ദൈവാസ്തിക്ക് നിഷേധിയായിരുന്നു. ദൈവവിശ്വാസിയായി മാറാൻ കാരണം മരണത്തോടടുത്ത സമയം ഒരു ബോഡിയിൽ നടത്തിയ ഡ്രസ്സിങ്ങിൻ്റെ സമയം ആ വ്യക്തിയുടെ കൺപോളകൾ തുറന്നു വരുന്നത് നേഴ്സ് ഓടിച്ചെന്ന് ഡോക്ടറോട് പറയുകയും ഡോക്ടർ വന്ന് പ്രഥമ ശുശ്രൂഷകൾ ചെയ്തതിന് ശേഷം ഈ ആളിൻ്റെ കണ്ണ് തുറന്നു വരികയും ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, അങ്ങ് എന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിനകത്തുനിന്ന് ഭാരം കുറഞ്ഞ രൂപത്തിൽ ഞാൻ പുറത്തിറങ്ങിയെന്നും അങ്ങനെ ഞാൻ യാത്രയ്ക്കായി സജ്ജമായി എന്നും അങ്ങനെ മറ്റൊരു വാതുക്കലെത്തിയെന്നും എന്നോട് മടങ്ങിപ്പോകൂ എന്നൊരു ശബ്ദം കേൾക്കായി വന്നു എന്നും അദ്ദേഹം വിശദീകരിച്ച വിശദീകരണങ്ങൾക്ക് നടുവിൽ 100ഓളം മരിക്കാൻ കിടക്കുന്ന ബോഡികളിൽ നടത്തിയ പരീക്ഷണ റിപ്പോർട്ടിൽ ഇദ്ദേഹം ഇങ്ങനെ കുറിച്ചു: കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ ഒരു കാര്യം ഉറപ്പായി പറയുന്നു, മരണം അന്ത്യമല്ല, അത് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. ഈ രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കളെ, 9200 അടി പൊക്കമുള്ള മഞ്ഞു പെയ്യുന്ന ഹർമോൻ പർവ്വതത്തിൽ ഒരലക്കുകാരനും അലക്കിയാൽ വെളുക്കാത്ത വിധത്തിൽ എൻ്റെ യേശു തേജസ്സിൽ നിൽക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും നോക്കി നിൽക്കുന്ന സമയത്ത് മറുരൂപ മലയിൽ ഏലിയാവും മോശയും വെളിപ്പെട്ടു നിൽക്കുന്നത് അവർ കണ്ടത് സത്യമാണെങ്കിൽ ഈ സാധുവായ ഞാൻ ഇന്ന് രാത്രി ആ നെഞ്ചത്തൊന്ന് കൈവച്ച് നിങ്ങൾ ആ നെഞ്ചത്തൊന്ന് കൈവച്ച് ശബ്ദമുയർത്തി പറഞ്ഞ്, ഈ സാധുവായ ഞാൻ എൻ്റെ മരണാനന്തരം എൻ്റെ രക്ഷകൻ്റെ സന്നിധിയിൽ തേജസ്സിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയണം, എനിക്കത് നഷ്ടപ്പെടാൻ പാടില്ല. ശബ്ദമുയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. വ്യക്തിപരമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ആഴത്തിൽ ഇടപെടുന്ന രാത്രിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. നിങ്ങൾ ചിറമേൽ വെച്ചിരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളുടെ മുഖം ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അഴിയുകയാണ്. കർത്താവിൻ്റെ കരം ചില വ്യക്തികളെ ഇന്ന് രാത്രി വിടുവിക്കാൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ബന്ധനത്തെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ ശക്തിയാണ് ഇവിടെ ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആത്മാവിൽ കാണുകയാണ്. സ്വർഗം ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുന്നു. ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. കാമം, ക്രോധം, ലോഭം, മോഹം, മാദം, മാത്സര്യം, ഡംഭം, പൈശൂന്യം, വിഗ്രഹാരാധന, ചതി എന്നിവയാൽ ബന്ധിക്കപ്പെട്ട് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിട്ടുള്ള നിന്റെ ആത്മാവിൻ്റെ മേൽ വെച്ചിരിക്കുന്ന പൈശാചിക ബന്ധനത്തിൻ്റെ കയറ് ഈ രാത്രി സ്വർഗം അഴിച്ചു മാറ്റാൻ തൻ്റെ പുത്രന്റെ ചുടുനിണം നിന്റെ മേൽ
ഒഴുക്കുന്ന രാത്രിയാണ്. അത് ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഇതിനെ പുറത്തേക്ക് വ്യാപരിക്കുകയാണ്. ഇത് ചന്ത കവലകളിലേക്ക് വ്യാപരിക്കുകയാണ്. ഇത് ദൈവത്തിന് സ്തോത്രം അടുത്ത വാഹനങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. എൻ്റെ കൂടെപ്പിറപ്പേ, നിന്റെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയുടെ കെട്ട് ഇന്ന് രാത്രി സ്വർഗം അഴിക്കുന്ന രാത്രിയാണ്. ലജ്ജ കൂടാതെ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയാൻ നിന്റെ അധരം ചലിക്കുമെങ്കിൽ ഇതൊരു സാധാരണ രാത്രിയല്ല. നിന്റെ നിത്യ നരകത്തിന്റെ ശക്തിയെ എൻ്റെ കർത്താവ് അവസാനിപ്പിച്ചിട്ട് പറുദീസ തരാൻ ആ കരം നിനക്കായി ചലിക്കുകയാണ്. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കട്ടെ. ഗ്ലോറി 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 ശബ്ദം ഉയരട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാ നാവുകളിലും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം, ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. നിത്യത സത്യമാ പ്രിയപ്പെട്ടവരെ, നിത്യത സത്യമാ. ഞാൻ പറയട്ടെ, ഒരു ദൈവദാസിയുടെ അനുഭവം ആ പ്രിയപ്പെട്ടവൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഏറ്റവും പുറകുവശത്തെ കസേരയിലിരുന്ന് യോഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ സഹോദരി നെഞ്ച് തപ്പിപ്പിടിക്കുന്നതായിട്ട് ആളുകൾക്ക് തോന്നി. എന്തിനേറെ ചില മിനിറ്റുകൾ കഴിഞ്ഞ് ഒരു അനക്കവുമില്ല. പാസ്റ്റർ ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ചു നോക്കി, ചലനമില്ല. ദൈവത്തിന് സ്തോത്രം. നാടി നോക്കി, മിടിപ്പില്ല. വളരെ ബുദ്ധിമുട്ടാണ് ആശുപത്രി വരെ പോകാൻ ഒരു വണ്ടി പിടിക്കാൻ. എന്തായാലും നടുക്ക് കടത്തി വിശ്വാസികളെല്ലാം ചുറ്റുമിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒരു ദൂത് ഇടയ്ക്ക് കയറി പറയാം. സമയമാകുന്നതിന് മുൻപ് മരണദൂതൻ നിന്റെ ജീവന്റെ മേൽ കൈവെക്കാൻ വന്നാൽ അതിൻ്റെ കെട്ടഴിച്ചു മാറ്റി നിന്റെ ജീവനെ മടക്കിക്കൊണ്ടുവരാൻ കഴിവുള്ള ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. എന്തിന്? ഒരു കാറ് പിടിച്ചുകൊണ്ട് വരാൻ പ്രിയപ്പെട്ടവർ ഓടി. അന്നത്തെ സന്ദർഭത്തിൽ ഒരുപാട് മണിക്കൂറുകൾ ബുദ്ധിമുട്ടിന് വന്നു. പക്ഷെ കാറ് പഠിക്കൽ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു. ഈ സഹോദരി പറയുകയാണ്, ദൈവദാസൻ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. എൻ്റെ ശരീരം നിലത്ത് കിടക്കുന്നതും ഞാൻ എൻ്റെ രക്ഷകൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നതും ഞാൻ നേരിട്ട് കണ്ടു. വെള്ളിച്ചിറകുള്ള മാലാഖമാർ ഒരു വലിയ സ്വർണ്ണ ഗേറ്റ് തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ അതിലോട്ടടുക്കുമ്പോൾ എന്നെ ആരും തിരിച്ചു വിളിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നടുക്കുന്ന സമയം, സ്തോത്രം, അതിൻ്റെ വാതുക്കൽ നിന്ന ദൂതൻ ഭൂമിയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നിന്നെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ഇനിയും പൂർണ്ണമാകാനുണ്ട്. മടങ്ങിപ്പോകുക. ആ ശബ്ദം ഉയർന്നതും ഞാൻ ഈ ശരീരത്തിൽ തിരിച്ചു വന്നതും ഒരുപോലെയാണ്. അവഗണിച്ചാലും പരിഗണിച്ചാലും എതിർത്താലും എതിരേറ്റാലും നിത്യത സത്യമാണ് എന്ന് വിശ്വസിക്കാൻ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ അതിന് പരിഹാരത്തിന് വേണ്ടി നിന്റെ പാപക്കറകളെ കഴുകിക്കളയാൻ വ്യാപരിച്ച ഒരു പരിഹാരമാർഗം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞേ. മടിക്കണ്ട, മടിക്കണ്ട, ലജ്ജ വേണ്ട. ആ രണ്ട് കൈകളും ഉയർത്തിപ്പറ, ഉയർത്തിപ്പറ, ഉയർത്തിപ്പറ. ഈ ഭൂമിയിലെ സകല ശരണമന്ത്രങ്ങളെക്കാളും എൻ്റെ രക്ഷകൻ്റെ നാമത്തിന് ശക്തിയുണ്ട് എന്ന് രാത്രി തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി ആ ഇരിക്കുന്ന ഇരിപ്പിൽ രണ്ട് കൈകളും ലജ്ജ കൂടാതെ ഉയർത്തി ശബ്ദം ഉയർത്തി പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറഞ്ഞേ. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഈ ദൂത് ഇന്ന് രാത്രി ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാർക്ക് നേരെ ചൂണ്ടി, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് നേരെ ചൂണ്ടി ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, നിനക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്ന, മൂക്കുകൊണ്ട് മണക്കാൻ കഴിയുന്ന, നാക്കുകൊണ്ട് രുചിക്കാൻ കഴിയുന്ന ഒരു പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ, ആത്മ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു പറുദീസയിലെത്തുന്ന വാഗ്ദത്ത ശരീരമുണ്ട് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ആ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ എൻ്റെ യേശു യാഗമായി എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി പറഞ്ഞേ, യേശുവേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ശബ്ദം ഉയർത്തി പറഞ്ഞ യേശുവേ. ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ഞാൻ ഈ രാത്രി പറയാം, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ കാൽവറിയിലേക്ക് ഉയരണം. രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കൈകാലുകൾ ആണിക്കൂണായി ഏൽപ്പിച്ചു കൊടുത്ത് തൂങ്ങിക്കിടന്ന് പിടയുമ്പോൾ, സ്തോത്രം, കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്ത വേളയിൽ അത് രുചി നോക്കിയാറേ കുടിപ്പാൻ മനസ്സാകാതെ
ഒടുവിൽ സ്വന്തം തോളിന്മേൽ തല ചായ്ച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ടെറ്റലസ്റ്റായി, നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ട രക്ഷകന്റെ വായിൽ നിന്നും ശബ്ദം പുറത്തു വന്ന ഉടൻ തന്നെ പാതാള മേഖലയിൽ ചലനം തുടങ്ങിയെന്ന് വചനം വായിക്കുന്നുവെങ്കിൽ, ഭൂകമ്പത്തിന്റെ അടിത്തറ ഭൂഗർഭത്തിലേക്ക് ശക്തി ഇറങ്ങിച്ചെന്നതാണെങ്കിൽ, സകല പൈശാചിക ശക്തികളെയും ആയുധം വെപ്പിക്കുന്ന ഒരു മരണം ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ മരണം മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് എഴുന്നേറ്റേ. ആ രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് എഴുന്നേറ്റേ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇടത്തും വലത്തും നോക്കണ്ട, മുൻപിലും പുറകിലും നോക്കണ്ട. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയണം. അടുത്ത പ്രഭാതത്തിൽ ദൈവമെന്നൊരു പ്രതിഭാസമുണ്ടെങ്കിൽ, ഈ മുറിയിൽ വെളിപ്പെട്ടില്ലെങ്കിൽ, ഇതുവഴി വരുന്ന ട്രെയിനിന്റെ മുൻപിൽ തലവെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ സുന്ദര സിംഗ് എന്ന സിഖ് മതസ്ഥന്റെ മുറിക്കകത്ത് ഇറങ്ങിച്ചെന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുവെങ്കിൽ, ദമസ്കോസിന്റെ പടിവാതിക്കൽ തേജസിന്റെ പ്രഭയിൽ ഇറങ്ങി വന്നിട്ട് മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് നന്നല്ല എന്ന് അരുളി ചെയ്തവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുവെങ്കിൽ, ഇന്ന് രാത്രി രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലജ്ജ കൂടാതെ യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി, പോരാ പോരാ, ശബ്ദം ഉയർത്തി പറഞ്ഞാൽ നിന്റെ ആശ്രയത്തിൻ്റെ മുൻപിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ അഴിച്ചു മാറ്റി, നിന്റെ മേൽ വ്യാപരിക്കുന്ന മരണദൂതന്റെ കണികളെ അഴിച്ചു മാറ്റി നിനക്ക് പറുദീസ തരാൻ അവൻ്റെ കരം ബലത്തോടെ ചലിക്കുകയാണ്. ഈ രാത്രിയെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, കരം ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശു ക്രിസ്തുവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കുന്ന ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകത്തിൽ ആത്മാക്കളുടെ നിലവിളി ഉയരുമ്പോൾ അതിൽ ഞാൻ കൈവിടപ്പെടരുത് എന്ന് കൊതിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പറ, യേശുവേ എൻ്റെ ജീവനെ ഞാൻ നിന്റെ കൈകളിൽ തരികയാണ്, എന്നെ ഈ രാത്രി നിത്യതയ്ക്കായി കൈക്കൊള്ളണമേ. പ്രാർത്ഥിച്ചാട്ടെ, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ, ശബ്ദമുയരട്ടെ. കരിക്കൻ വില്ല കുലക്കേസിലെ ഒന്നാമത്തെ പ്രതിയായ മദ്രാസിലെ മോനെ കഴുകിയ യേശുവിൻ്റെ രക്തം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചില വ്യക്തികളെ കഴുകാൻ ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹിക്കുന്നവർ ആ കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ശാന്തമായി ഒരു പാട്ടിൻ്റെ ചരണങ്ങളൊന്ന് പാടിക്കാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. കർത്താവേ, എൻ്റെ നിത്യത എനിക്ക് കൈവിട്ടു പോകാൻ പാടില്ലെന്ന് കൊതിക്കുന്നവർ ശബ്ദം ഉയർത്തിയെന്ന് പറഞ്ഞേ, ശബ്ദം ഉയർത്തിയെന്ന് പറഞ്ഞേ. ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് പറഞ്ഞേ, എൻ്റെ നിത്യത എനിക്ക് കൈവിട്ടു പോകാൻ പാടില്ല, എൻ്റെ നിത്യത എനിക്ക് കൈവിട്ടു പോകാൻ പാടില്ല. നമുക്കെല്ലാവർക്കും മാതാപിതാക്കളെ വളരെ സ്നേഹമാണ്. സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ വാക്കുകൾ മരണം കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുക. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണ് എൻ്റെ അമ്മയുടെ മരണം. കോവിഡ് ബാധിതയായി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചപ്പോൾ തൊട്ടിപ്പുറത്തെ മുറിയിൽ ഞാനുണ്ട്. ഹൃദയാഘാതം ആരംഭിച്ചപ്പോൾ ICU യൂണിറ്റിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. പക്ഷെ ഞാൻ അടുക്കൽ ചെന്ന കയ്യിലൊന്ന് പിടിച്ചാൽ, അമ്മേ എന്നൊന്ന് വിളിച്ചാൽ, മോൻ വന്നോ എന്ന് ചോദിക്കും. കാരണം എൻ്റെ ശബ്ദം പെട്ടെന്ന് സെൻസ് ചെയ്യും. ആ ശബ്ദം കേട്ടാൽ പ്രതികരിക്കുമ്പോൾ അതൊരു വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ അന്നൊരിക്കൽ ഡോക്ടർ വന്ന് പറഞ്ഞു, ഈ ഹൃദയാഘാതം ശക്തമായി പോയി, പാസ്റ്റർ പെട്ടെന്ന് റൂമിലേക്ക് വരണം. ഓടിച്ചെന്നപ്പോ എൻ്റെ അമ്മ ഒരു പഴന്തുണി പോലെ കിടക്കയാണ്. ആ കൈക്ക് ഞാൻ കയറി പിടിച്ചിട്ട് അമ്മേ അമ്മേ എന്ന് വിളിക്കുമ്പോ പ്രതികരിക്കാൻ അമ്മയിൽ ജീവനില്ലായിരുന്നു. ഇടനെഞ്ചു പൊട്ടി കരഞ്ഞു അവിടെ നിന്ന്. ഞാൻ ഈ ദൂത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ
ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നൊരു ജഡ്ജിയുടെ വിധി പ്രസ്താവന പോലെ കേൾക്കുമ്പോ അനേകർ ആ ശബ്ദത്തിന് മുൻപിൽ വിറങ്ങലിച്ച് നരകത്തിലേക്ക് നീങ്ങുമ്പോ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന ശബ്ദം കേൾക്കാൻ ഞാൻ സജ്ജമാണ് എന്ന് പറയത്തക്ക വിധം ഇന്ന് രാത്രി എനിക്കൊരുങ്ങണം. നിത്യത കൈവിട്ടു പോകാൻ പാടില്ല എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ, എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്ന് കൊതിക്കുന്നിങ്ങനെ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എൻ്റെ പ്രിയരെ, തട്ടിപ്പറിച്ചതും വെട്ടിപ്പിടിച്ചതും പറ്റിച്ചെടുത്തതും ഒപ്പിച്ചെടുത്തതുമെല്ലാം ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിന്റെ വിളിക്ക് മുൻപിൽ പറുദീസയുടെ കവാടത്തിലെത്തുമ്പോ ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന ഒരു ജഡ്ജിയുടെ വിധി പ്രസ്താവന പോലെയുള്ള ശബ്ദം മുഴങ്ങാതെ എൻ്റെ രക്ഷകൻ എൻ്റെ ശബ്ദം തിരിച്ചറിയണം എന്ന് കൊതിക്കുന്നവർ ധൈര്യമായ കരമുയർത്തിപ്പിടിച്ചു. ഞാൻ ഈ ദൂതിന്ന് രാത്രി നിങ്ങൾക്കായി വിളംബരം ചെയ്യുകയാണ്. മുൻപിൽ കിടക്കുന്ന ഇര ഒരു മീൻ വെട്ടി വിഴുങ്ങി ചെകളയിൽ ചൂണ്ട ഉടക്കുന്നത് വരെ ആ മീൻ ആ ഇര സുഖമായിരിക്കും. ഈ ദൂതൊരു പക്ഷേ മരണം എന്ന ഭീകരതയിലെത്തുന്നത് വരെ ശ്രദ്ധിക്കില്ല. എന്നാൽ ഇന്ന് രാത്രി നിത്യതയെ ഗൗരവമായി കാണുന്നെങ്കിൽ ഈ വചനം ഉറപ്പോടെ കേൾക്കുക. സുവിശേഷം അവഗണിച്ചാൽ നിത്യശിക്ഷാവിധി എന്ന നാശം കാത്തു നിൽക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഇറങ്ങിപ്പിടിക്കട്ടെ. നിത്യ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന പ്രിയപ്പെട്ടവർ ദൈവരാജ്യത്തിന് രാത്രി അർഹരാകട്ടെ. യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങൾ അവരെ മുദ്ര വയ്ക്കുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.